പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. 15-ാമത്തെ അധ്യായം പുരുഷോത്തമയോഗം എന്ന ഈ അധ്യായം ഉപനിഷത്ത് ഇതിനെ ബ്രഹ്മം എന്ന് പറയണു, അതിനെ ഭഗവത്ഗീത പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. പുരുഷോത്തമൻ എന്ന് വെച്ചാൽ വേദത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞു വേദം സ്തുതിക്കുന്ന ഭഗവാനെ തന്നെ ഇവിടെ പുരുഷോത്തമൻ എന്ന് പറയണത്. ജ്ഞാനം, വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം, മുമുക്ഷത്വം, ഇങ്ങനെ സാധനാചതുഷ്ടയ സമ്പത്തിയോടുകൂടി ആകുമ്പോഴേ പൂർണ്ണമാവുള്ളൂ എന്നുള്ളതാണ് സമ്പ്രദായം. അതില് വൈരാഗ്യം എന്ന് പറയുന്നത് മനസ്സിനെ ബാഹ്യവിഷയങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ച് അന്തർമുഖമാക്കാൻ സഹായിക്കുന്ന വളരെ ഉപോത്ബലകമായിട്ടുള്ള, വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സാധനയാണ് വൈരാഗ്യം. വിവേകം വൈരാഗ്യത്തിന് കാരണമാവും. വൈരാഗ്യം സമാധിക്ക് കാരണമാവും. ശ്രദ്ധ, ഭക്തി, ധ്യാനയോഗം ഇതൊക്കെ കൊണ്ടുവേണം ആത്മസാക്ഷാത്കാരം നേടാൻ. അതില് മനസ്സ് ധ്യാനനിഷ്ഠ ആവണമെങ്കിൽ, ഭഗവത് ധ്യാനത്തിൽ ഉറയ്ക്കണമെങ്കിൽ വൈരാഗ്യം വേണം. വൈരാഗ്യം വേണമെങ്കിലോ വിവേകം ഉണ്ടാവണം. വിവേകം ഉണ്ടാവാനാണ് ആദ്യമായിട്ട് ഈ സംസാരത്തിന് ഒരു വൃക്ഷമായിട്ട്, ഒരു മരമായിട്ട്, തലകീഴായിട്ട് നിൽക്കുന്ന ഒരു മരമായിട്ടൊക്കെ നമുക്ക് ചിത്രീകരിച്ചു തന്നു ഭഗവാൻ. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഇത് അശ്വത്ഥമാണ്, നാളേക്ക് നിലയ്ക്ക് നിൽക്കാത്തതാണ്, നശ്വരമാണ്, അനിത്യം അസുഖം ലോകം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. എന്നുവെച്ചാൽ അനിത്യം അസുഖമം ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിന് അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റുമോ? ലോകത്തിന് എവിടെ പോയി വിടും? എങ്ങോട്ട് ഉപേക്ഷിക്കും? ശരീരത്തിന് ഉപേക്ഷിക്കാൻ ഒക്കുവോ? അപ്പൊ വൈരാഗ്യം എന്നുള്ളത് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് വൈരാഗ്യം. അല്ലാതെ വൈരാഗ്യത്തിന് വേണ്ടിയിട്ടല്ല. വൈരാഗ്യം എന്ന് പറയുന്നത് വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, ജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വൈരാഗ്യം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതിനെ അധികകാലം നിലനിർത്താൻ പറ്റില്ല. ഈ റോക്കറ്റൊക്കെ പുറമേക്ക് അയക്കുമ്പോൾ ഭൂമിയിൽ നിന്നും തള്ളിക്കൊണ്ടേ പോകും ഫോഴ്സ്. അത് വളരെ പ്രബലമായിട്ട് ഈ ഗുരുത്വാകർഷണ ശക്തിക്ക് പുറത്തേക്ക് തള്ളിവിടും. തള്ളിവിട്ട് കഴിഞ്ഞാൽ, ഓരോന്നും തള്ളിവിട്ട് കഴിഞ്ഞാൽ അതിന് പുറകിൽ ഉള്ള ഓരോ റോക്കറ്റായിട്ട് ചുവട്ടിലേക്ക് വീഴും അത്രേ, എസ്കേപ്പ് വെലോസിറ്റി. അതുപോലെ ഈ നമ്മളുടെ മനസ്സ് പുറത്ത് പലതിലും നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളതിൽ പെട്ടുകിടക്കുന്നത് പതുക്കെ പതുക്കെ വിട്ടുകൊണ്ടുവന്ന് ശാന്തി ഉണ്ടാവണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം. സുഖം വേണം. ആർക്കപ്പോ സുഖം വേണ്ടാത്തല്ലേ? എല്ലാവർക്കും സുഖം വേണമല്ലോ. സുഖം, എനിക്ക് ദുഃഖം വേണമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. സുഖം വേണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. സമാധാനമായിട്ടിരിക്കണം എന്നുള്ളതും എല്ലാവരുടെയും ആഗ്രഹമാണ്. വേദം മുഴുവൻ അതിൽ അവസാനിച്ചു. എല്ലാവരും ശാന്തിയോടെ ഇരിക്കണം. ശാന്തി ശാന്തി ശാന്തി. ഗീത അവസാനിക്കുന്നതും അങ്ങനെയാണ്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഗീതയുടെ സമ്പൂർത്തിയും എന്താന്ന് വെച്ചാൽ ഭഗവത് പ്രസാദം, ഭഗവത് കൃപ എന്താ? ശാന്തിം പ്രാപ്സ്യസി, ശാന്തി ഉണ്ടാവും. അപ്പൊ വൈരാഗ്യം എന്ന് പറയണത് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്
വൈരാഗ്യത്തോടുകൂടെ ആധ്യാത്മികത കഴിഞ്ഞു എന്നാണ്. ഈ അധ്യാത്മം എന്ന് വെച്ചാൽ എന്താ? ഒക്കെ ഉപേക്ഷിക്കും. ലോകമൊക്കെ നശ്വരമാണ്, ഇതൊക്കെ വിട്ടിട്ട് പോകണമെന്ന്. വിട്ടിട്ട് എവിടെ പോകും? കാട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ കാടൊക്കെ വെട്ടിത്തെളിച്ചിരിക്കണം. ഇപ്പൊ കാടൊന്നുമില്ല. ഏത് സ്ഥലത്തേക്ക് പോകും? അപ്പൊ വൈരാഗ്യം എന്ന് വെച്ചാൽ മനസ്സ് പുറമേ നിന്നും സ്വരൂപത്തിലേക്ക്, അനാത്മാവിൽ നിന്നും ആത്മാവിലേക്ക് പോകണം. ആത്മനിഷ്ഠമാവണം. ഞാൻ ആരാണ് എന്ന് അറിയണമെങ്കിൽ ഞാൻ അല്ലാത്തതൊക്കെ തള്ളിക്കളയണമല്ലോ, അല്ലേ? അതാണ് വൈരാഗ്യം. ഈ പ്രപഞ്ചത്തിലെ പുറമേക്കൊരു വസ്തു നമ്മളെ ആകർഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും. ഉള്ളിലൊരു വസ്തു ആകർഷിച്ചാൽ പുറമേക്കുള്ളവർക്ക് വിട്ടുപോകും, അല്ലേ? വൈരാഗ്യം എന്ന് പറയുന്ന സാധനം ഒരു ഇന്റർമീഡിയറിയാണ്. ഭാഗവതത്തിൽ ഗോപികകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വൈരാഗ്യമൊന്നും അറിയില്ല, പക്ഷെ കൃഷ്ണന്റെ അടുത്തൊരു രാഗം അറിയാം. ആ രാഗം കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ളതിനൊക്കെ വിരാഗം വന്നു പോയിരുന്നു. ഇതര രാഗവിസ്മാരണം നൃണാം. ഭഗവാന്റെ അടുത്ത് രാഗം വന്നപ്പോ വിഷയങ്ങളോട് വൈരാഗം വന്നു. ആത്മാവിനോട് രാഗം വരുമ്പോ അനാത്മാവിനോട് വിരാഗം വരും. പക്ഷെ ഈ ആത്മാവിനോട് രാഗം വരണമെങ്കിൽ കുറെയൊക്കെ മനസ്സ് അന്തർമുഖാവണം. മനസ്സ് കുറെയൊക്കെ മെനക്കെട്ട് ധ്യാനം ശീലിച്ച് അന്തർമുഖമായി കഴിയുമ്പോൾ ഒരു സ്റ്റേജില് മനസ്സിന് പുറമേയുള്ള വസ്തുക്കളെക്കാളുമൊക്കെ ആകർഷകമായ ഒരു വസ്തു ഈ കേന്ദ്രത്തിൽ കാണും. ഹൃദയദേശത്തിൽ കാണും. ഹൃദയദേശത്തില് അത്യാകർഷകമായ ഒരു വസ്തുവിനെ കാണും. കർഷതി. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേര്. കർഷിക്കുന്നവെന്നാണ്. ആത്മാവിന് പേരാണ് കൃഷ്ണൻ. ഭാഗവതത്തില് കൃഷ്ണൻ ആരാണെന്ന് ചോദിക്കുമ്പോ പറയണം, കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. ഈ കൃഷ്ണൻ ആത്മാവാണ്. ആത്മാവിന്റെ ആകർഷണമാണത്. ആത്മാവാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ ആകർഷിച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. മനഃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോ ആകർഷിക്കുക എന്നുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ്. ആത്മാവല്ലാത്ത എല്ലാം നമുക്ക് ബോറടിച്ചു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ അനുഭവിച്ചാലും കുറെ കഴിയുമ്പോൾ രാത്രിയാവുമ്പോ സകലതും ബോറടിച്ച് ആത്മാവിൽ പോയിരിക്കണത്. അറിയാതെയാണ് ചെയ്യണതെങ്കിലും കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദിവസം ജാഗ്രത അവസ്ഥയും ബോറടിച്ചു പോയി, സ്വപ്നാവസ്ഥയും ബോറടിച്ചു പോയി, കുറച്ചു നേരം ആ സുഷുപ്തിയിൽ പോയിരിക്കുമ്പോ ഒരു സുഖം, അല്ലേ? സുഷുപ്തിയില് എല്ലാവരും സുഖം അനുഭവിക്കണം. ഇതുവരയ്ക്കും ആരും ഞാൻ ഉറങ്ങുമ്പോ ദുഃഖം അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ദുഃഖം ജാഗ്രതയിൽ അനുഭവിക്കാം, സ്വപ്നത്തിലും ദുഃഖം അനുഭവിക്കാം, അല്ലേ? സ്വപ്നത്തിൽ ചിലപ്പോൾ ഭയങ്കര ദുഃഖമൊക്കെ അനുഭവിക്കും. ജാഗ്രതയിൽ ഇല്ലാത്ത ഭയങ്കരമായ ദർശനങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണാം. സുഷുപ്തിയില് ഭയങ്കര സുഷുപ്തി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളിപ്പോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഭയങ്കര സൗന്ദര്യം. മലയാളത്തിലുള്ള പുതിയ മലയാളമാണത്. ഭയങ്കര സൗന്ദര്യം. ചിലർ വന്ന് പറയും, സ്വാമി നിങ്ങളുടെ പ്രഭാഷണം ഭയങ്കരമായിട്ടിരുന്നു. പേടിപ്പെടുത്തുന്നുണ്ട്. അത് നന്നായിട്ടിരുന്നു എന്നുള്ള പ്രയോഗം ഭയങ്കരം എന്നായിരിക്കണം. ഇപ്പോ ഭയങ്കര സൗന്ദര്യം. അപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ദുഃഖമുണ്ട്, പക്ഷെ സുഷുപ്തിയില് ദുഃഖമില്ല. പക്ഷെ സുഷുപ്തിയിൽ അറിഞ്ഞില്ല, ആവരണമുണ്ട്, അജ്ഞാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മാവായിരുന്നു, സത്യത്തിലാണ് ഇരുന്നത്, നമ്മളുടെ സ്വരൂപം അതാണ് എന്നൊന്നും അറിഞ്ഞില്ല, യാതൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് സുഷുപ്തിയില് ഉറങ്ങിയിരുന്നിട്ടും അപ്പോ സത്സ്വരൂപമായിട്ട് തന്നെ ഇരുന്നു എന്നൊന്നും അറിഞ്ഞില്ല. വീണ്ടും എഴുന്നേറ്റ് വന്നു, അല്ലേ? ജാഗ്രതയിലേക്ക്. അപ്പൊ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളും സ്വരൂപത്തിൽ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രതയിൽ ഉണർന്നിരിക്കണ ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണ് ഒന്നും അറിയാതെ ഉറങ്ങണത്, അല്ലേ?
ഇതൊക്കെയാണ് വേദാന്ത വിചാരം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, വീട്ടിലിരുന്ന് ചെന്ന് വിചാരിക്കാം. സ്വപ്നം എങ്ങനെയുണ്ടായിരുന്നു നോക്കുക, ജാഗ്രത എങ്ങനെയുണ്ടെന്ന് നോക്കുക, ഉറങ്ങി എഴുന്നേറ്റിട്ട് ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിളക്ക്. ഒരു വിളക്കുണ്ടത്രേ, ഈ മൂന്നും ഉറ്റുപാർത്തു നിൽക്കണ ഒരു വിളക്ക്. ഉദിക്കയും പിൻപൊലികയുമില്ലത് കണ്ടുപോയിടേണം. ആ വിളക്കിനെ ഒന്ന് കാണണം എന്നാണ്. ഒരു വിളക്കുണ്ട്, ജാഗ്രത്തിനെ വിളക്കുന്നു, സ്വപ്നത്തിനെ വിളക്കുന്നു, സുഷുപ്തിയും വിളക്കുന്നു. മൂന്നവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ഒരു അധിഷ്ഠാനമുണ്ട്. ബാല്യത്തില്, കൗമാരത്തില്, യൗവനത്തില്, വാർദ്ധക്യത്തിലൊന്നും മാറാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാറണില്ല എന്നൊരു അനുഭവമുണ്ട്, അല്ലേ? നമ്മൾ മാറണില്ല എന്നൊരു അനുഭവമുണ്ട്. നമ്മളുടെ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇതൊക്കെ എന്റെ പടാണ്. എത്ര വർഷം കഴിഞ്ഞാലും ആ ശരീരമൊക്കെ മാറിപ്പോയിരിക്കണു, മനസ്സൊക്കെ മാറിപ്പോയിരിക്കണു, ഞാൻ അതേ ആളാണ് എന്നുള്ള കണ്ടിന്യൂയിങ് എക്സ്പീരിയൻസ്, പ്രത്യഭിജ്ഞ ഉണ്ട്. ഇത് നമ്മളുടെ അനുഭവമാണ്. ഈ അനുഭവത്തിന് നമ്മൾ വില കൊടുക്കണില്ല, അത്രയേ ഉള്ളൂ. ഈ അനുഭവം ഉണ്ട് നമുക്കൊക്കെ, നമ്മൾ ശ്രദ്ധിക്കണില്ല. ഒരു വളരെ വില പിടിച്ച ഒരു അനുഭവം നമ്മളുടെ ചിത്തവൃത്തികൾക്കിടയിലെ അവസ്ഥാത്രയങ്ങളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ വിലപ്പിടിച്ച അനുഭവത്തിന് വേദാന്തം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗിവിംഗ് യു എ ന്യൂ നോളജ്, ഇറ്റ് ഈസ് മേക്കിംഗ് യു ഡിസ്കവർ വാട്ട് ഈസ് ഓൾറെഡി യുവേഴ്സ്. നിങ്ങൾക്കൊരു പുതിയ അനുഭവത്തിനെ തരണില്ല, നിങ്ങൾക്കുള്ള അനുഭവത്തിനെ തിരിച്ചറിയാൻ മാത്രം ഒരു സഹായമാണ് വേദാന്തം. വളരെ എളുപ്പമാണ്, പക്ഷെ വളരെയധികം ആദരവ്, ഭക്തി, ശ്രദ്ധ, തപസ് ഇതുകൊണ്ടൊക്കെ നമ്മളുടെ കരണങ്ങളൊക്കെ ശുദ്ധമായി, ഇന്ദ്രിയങ്ങളൊക്കെ ശുദ്ധമായി, അറ്റൻഷൻ നമുക്ക് അങ്ങനെ റേസർ ഷാർപ്പായിട്ട് റേഡിയം റേ പോലെ ആവണം. അപ്പോഴേ ഈ സത്യത്തിനെ കാണാൻ ഒക്കുള്ളൂ. അതാണ് അതിന്റെ കുഴപ്പം. അതുകൊണ്ടാണ് ഇന്റലക്ച്വലായിട്ട് ബൗദ്ധികമായിട്ടൊക്കെ മനസ്സിലായാലും കാര്യത്തിൽ വരുമ്പോൾ പരാജയപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാൽ ഭക്തിയില്ല. ഭക്തി എന്ന് വെച്ചാല് മനസ്സിന്റെ റീഫൈൻമെന്റ് ആണ് ഭക്തി. ഭക്തി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണത് നിങ്ങൾ അമ്പലത്തിൽ പോകണില്ലാന്നോ, അല്ലെങ്കിൽ നാമം ജപിക്കണില്ലാന്നോ, പാട്ട് പാടണില്ലാന്നോ അല്ല. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി എന്നാണ് ആചാര്യസ്വാമികളുടെ ഡെഫിനിഷൻ. ഭക്തി എന്ന് വെച്ചാൽ ആത്മാവിനെ ഇടവിടാതെ അനുസന്ധാനം ചെയ്യാനുള്ള ബലം, തപസ്സാണ് ഭക്തി. ആ ആത്മഭക്തി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്റലക്ച്വലി കൺവിൻസ് ആയാലും നിങ്ങൾക്ക് സുഖമൊന്നും വരില്ല. എനിക്ക് നല്ലവണ്ണം വേദാന്തമൊക്കെ തെളിഞ്ഞ് മനസ്സിലായി. എന്ത് അമ്പലം, ഇനി എന്ത് ജപം, ഒന്നും വേണ്ടാന്ന്. സുഖം ഉണ്ടോ നിങ്ങൾക്ക്? അതൊന്നുമില്ല. ടെൻഷനൊക്കെ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, സമാധാനമൊന്നുമില്ല, ഉള്ളിലൊരു ശാന്തിയൊന്നുമില്ല. എന്ത് പ്രയോജനം? ഇപ്പൊ എന്താന്ന് വെച്ചാൽ പകുതി കിണർ കടന്നുപോയല്ലോ. ചിലരുടെ സ്ഥിതി അതാണ്. ഒക്കെ നല്ലവണ്ണം മനസ്സിലായി. അതുകൊണ്ട് എനിക്കിപ്പോ നാമം ജപിക്കാൻ വയ്യ, ഉപാസന ചെയ്യാൻ വയ്യ, അതൊന്നും ചെയ്യാൻ പറ്റണില്ല, അല്ലേ? അപ്പോ ഇതൊക്കെ മനസ്സിലാവുകയും ചെയ്തു. എന്നാവട്ടെ അനുഭവം വന്നില്ല. ഇതിപ്പോ പകുതി കിണർ കിടക്കുക, അങ്ങനെയൊരു പരിപാടി ഉണ്ടോ? അതുപോലെയാണ് ഇപ്പൊ നമ്മളുടെ പാതി കിണത്തെ താണ്ടതും തമിഴില് பாதி கிணத்தை தாண்டினா நேரம் உள்ளதான் இல்லையா? அந்த மாதிரி அனுபவத்துக்கு பிரயோஜனப்படாத வித்யை ஒன்றும் பிரயோஜனம் இல்லை. நீங்க என்னதான் இன்டலெக்சுவலா இருங்களே, உங்களுக்கு சுகமா சாந்தியா ஆனந்தமா இல்லைன்னா, நிறைய புத்திசாலிகளா இருக்கிறவாளுக்கு சின்ன சின்ன விஷயத்துல சந்தோஷப்படுறவாளை பார்த்தா பொறாமையா இருக்கும். அதனால பக்தி, ஸ்ரத்தா, தியான யோகம் எல்லாம் இருந்தா தான் அத்தியாத்மம் பூர்ணமா இருக்கும். பிரெயின் மாத்திரமா டெவலப் ஆனா அதுவும் இருக்கும். ஒரு கால ஒரு விரணம் இவ்வளவு வண்ணமா இருந்தது அப்படி இருக்கும். அது மாதிரி தான் புத்தியும் ரொம்ப டெவலப் ஆகும். அது ஒரு ப்ராப்ளம் தான். அப்ப புத்தி வேணும் അല്ലേ? ബുദ്ധി യോഗം ദദാമി ഭഗവാൻ പറഞ്ഞു, ആരെന്നെ ഭക്തിയോടെ ഭജിക്കണോ
അവർക്ക് ഞാൻ കൃപ ചെയ്യും. എന്താ കൃപ എന്ന് വെച്ചാൽ അവരുടെ ബുദ്ധി ആത്മാഭിമുഖമായിട്ട് തീരും. സ്വസ്വരൂപ പ്രത്യഭിജ്ഞയ്ക്ക് ശക്തിയുള്ളതായിട്ട് തീരും. സ്വാനുഭവത്തിന് ശക്തിയുള്ളതായിട്ട് തീരും. അപ്പോ അങ്ങനെ എങ്ങനെയാ സ്വാനുഭവം ഉണ്ടാവണത്? അവനവന്റെ തന്നെ സ്വരൂപത്തിനെ ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയണത് എന്താണെന്ന് ആരായുകയും ഈ ഞാൻ എന്നുള്ള അനുഭവം ശരീരം, മനസ്സ്, ബുദ്ധി ഇതിന്റെയൊക്കെ പിടിവിട്ട് വന്ന് അത് തൈര് കടയുമ്പോ വെണ്ണ പെരിഞ്ഞു വരണ പോലെ അവനവന്റെ സ്വരൂപം തെളിഞ്ഞ് ഹൃദയത്തില് അഹമയം കുതോ ഭവതി ചിന്വത ഐപതത്യഹം നിജവിചാരണം അഹമിനാശവാജ്യഹമഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ്ണ സത്. ഹൃദയത്തില് ആ ചിദ്വിലാസം ഹൃദയത്തില് അനുഭവിക്കും. ആ ചിദ്വിലാസമാണ് സാക്ഷാത്കാര ശരീരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് ആ വൃത്തിജ്ഞാനം. വൃത്തിജ്ഞാനം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഇന്റലക്ച്വൽ തിങ്. വൃത്തിജ്ഞാനം ഭക്തി തന്നെയാണ്. ആത്മാ അനുസന്ധാനം കൊണ്ട് ഏർപ്പെടുന്ന വൃത്തിജ്ഞാനം ഉണ്ടല്ലോ, അത് സ്വാനുഭൂതി രസത്തിനെ കൊടുക്കുകയാണ്. അതിങ്ങനെ ഞാൻ ആത്മാവാണ്, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ സത്യമാണ്, ഞാൻ ശരീരമല്ല, ശാന്തി എന്റെ സ്വരൂപമാണ്, ആകാശം പോലെ നിർമ്മലമായ വസ്തുവാണ്. ഇതൊക്കെ മനനാണ്. ഇത്തരത്തില് ഉള്ള മനനമൊക്കെ സാധകന്മാരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് എന്ത് പറയുന്ന വെച്ചാൽ, ഞാൻ വയ്യാത്തവനാണ്, എനിക്ക് വയസ്സായി, ഷഷ്ടിയബ്ദ പൂർത്തി കഴിഞ്ഞു. ധാരാളം പേർക്ക് ഓരോ പിറന്നാൾ കഴിയുമ്പോഴും വീക്കാവും. ഈ 80 വയസ്സ് കഴിഞ്ഞ് ശതാഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ പലരും അത് കഴിഞ്ഞ് ഡൗൺ ആയി. എന്താന്ന് വെച്ചാൽ അന്നൊരു ദിവസം ഒരു ബഹളം കൂട്ടിക്കഴിയുമ്പോൾ എല്ലാവരും വന്ന് 80 വയസ്സായി എന്ന് പറഞ്ഞിട്ട് പോവേ. അന്ന് മുതൽക്ക് അപ്പൊ അത്രയും നേരം എന്താന്ന് വെച്ചാൽ ഈ വയസ്സൊന്നും നമ്മളുടെ ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു 10-30 വയസ്സാണെന്നുള്ള ഭാവത്തിലിരിക്കും. അപ്പൊ ഒരു ഉത്സാഹം ഉണ്ടാവും. ഇത് 80 വയസ്സായി എന്നൊരു 80 പേരെങ്കിലും വന്ന് പറഞ്ഞാൽ അത് മതി ആപ്പീസ് പൂട്ടാൻ. അത് മതി. അപ്പോ നമ്മളുടെ അതുകൊണ്ടാണ് വേദാന്തം പറയണത്, യോഗികൾക്ക് തന്നെ ഒരു മാർഗമുണ്ട്. വിതർക്കബാധനെ പ്രതിപക്ഷഭാവനം എന്നാണ്. വിപരീത ഭാവനകൾ വരുമ്പോ അതിന് പ്രതിപക്ഷഭാവന വേണമെന്നാണ്. അതായത് ഞാൻ ശരീരമാണെന്ന് തോന്നുമ്പോൾ ഞാൻ ശരീരമല്ല എന്ന് പറയണം, മനസ്സാണെന്ന് തോന്നുമ്പോൾ മനസ്സല്ല എന്ന് പറയണം. എനിക്ക് വയസ്സായി തോന്നുമ്പോൾ ഞാൻ ജനിച്ചിട്ടേ ഇല്ല, നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ ആത്മാവാണെന്ന് പറയണം. ആകാശം പോലെ നിർമ്മലമായ വസ്തുവാണ്, ജനനമോ മരണമോ എനിക്കില്ല. ഉണ്ട്, ഫാക്ച്വലി ഉണ്ട്. നോബഡി ഈസ് ഡിനൈയിങ് ദാറ്റ് യു ആർ ഫാക്ച്വലി ബോൺ, ബട്ട് റിയലി യു ആർ നോട്ട് ബോൺ. ഫാക്ട് ഈസ് നോട്ട് ദ റിയാലിറ്റി. ജാഗ്രത. ഇപ്പൊ ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ഫാക്റ്റാണ്. അതിനാണ് പ്രാതിഭാസിക വ്യാവഹാരിക സത്യം എന്ന് വേദാന്തികൾ പറയുക. ഇത് വ്യവഹാരം ഉണ്ടല്ലോ, ഇതിപ്പോ ആര് നിഷേധിക്കും? ഇത് ടേബിൾ ഇല്ലേ? ഉണ്ട്. ആര് പറഞ്ഞു ഇല്ല എന്ന്? ഉണ്ട്. പക്ഷേ ഇവിടെ കിടന്ന് ഉറങ്ങിയാ ഉണ്ടോ? ഇല്ല. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഉണ്ടോ? ഇല്ല. നാളെ നോക്കിയത് ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. ഇത് തീ കൊളുത്തിയാൽ ഉണ്ടാവുമോ? ഇല്ല. അല്ലേ? ഇത് വ്യാവഹാരിക സത്യം, റിലേറ്റീവ് ട്രൂത്താണ്. അതിനാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. റിയാലിറ്റി ഈസ് നോട്ട് ഫാക്ട്, ഫാക്ട് ഈസ് നോട്ട് റിയൽ. അപ്പോ നമുക്ക് പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് നമ്മൾ നിത്യമായി നിർമ്മലമായ ആത്മാവാണ്, ബ്രഹ്മമാണെന്ന് വേദം എന്തു ബോധിപ്പിക്കുന്നുവോ ആ വേദം ബോധിപ്പിക്കുന്നത് പാരമാർത്ഥിക സത്യമാണ്. സമൂഹം പറഞ്ഞു തരുന്നതും അച്ഛനമ്മമാര് പറഞ്ഞു തരുന്നതും വ്യാവഹാരികമായ സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ജീവിക്കണ്ടേ, അത് വ്യവഹാരം. ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പറയാം, ഇപ്പൊ നമ്മൾക്കിപ്പോ ആര് ചോറ് തരും? ഇത് വ്യവഹാരം. അതാരും നിഷേധിക്കണില്ല, വ്യവഹാരത്തിന് ഒന്നും ചെയ്യാനില്ല. പക്ഷേ പരമാർത്ഥം ഇതൊന്നുമല്ല. ജീവിക്കണ്ടേ? നിങ്ങൾ വിചാരിച്ച ജീവിക്കാൻ പറ്റുമോ? എത്ര ദിവസം ഉണ്ണും, എത്ര ദിവസം ജീവിക്കും? നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യമായിരിക്കാമെങ്കിൽ ഇരുന്നൂടെ? സാധിക്കണില്ലല്ലോ, അല്ലേ? അപ്പൊ അത് വ്യവഹാരം പ്രകൃതിയുടെയാണ്, നമ്മളുടെ അല്ല. നമ്മളുടേതെന്ന് പറയുന്നത് നമ്മൾ ആത്മാവാണ്.
നിർമ്മലമായ പൂർണ്ണമായ വസ്തുവാണ് എന്ന് വേദം മാത്രം, വേദാന്ത ശാസ്ത്രം മാത്രമേ അത് പറഞ്ഞു തരുള്ളൂ. തത്വമസി ജാതിനീതി കുലഗോത്രദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ഷഡ്ഭിരൂർമിഭിരയോഗി യോഗിഹൃദ്ഭാവിതം ന കരണൈർവിഭാവിതം ബുദ്ധ്യവേദ്യമനവദ്യമസ്തി യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി യത്പരം സകലവാഗോചരം ഗോചരം വിമലബോധചക്ഷുഷഃ ശുദ്ധചിദ്ഘനമനാദിവസ്തു യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ഉക്തമർത്ഥമിമമാത്മനി സ്ഫുടം ധാരയത് പ്രഥിതയുക്തിഭിർധിയാം തേന സംശയാദിരഹിതം കരാംബുവത് തേന തത്വനിഗമോ ഭവിഷ്യത്തി. ആചാര്യസ്വാമി പറഞ്ഞു, ഇങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കുക. കയ്യില് ഒരു ആചമനം ചെയ്യാൻ ജലം എടുത്താൽ അത് വെച്ചോണ്ടിരിക്കണ പോലെ തത്വജ്ഞാനം ഉണ്ടാവുന്നതാണ്. മനസ്സെന്ന് പറഞ്ഞൊന്നുണ്ട്. എന്തു വേണം? ഭക്തി ചെയ്യാനും ജ്ഞാനവിചാരം ചെയ്യാനുമാണ് മനസ്സിനെ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ടെൻഷൻ അടിക്കാനല്ല. നല്ലൊരു ഇൻസ്ട്രുമെന്റ് അത്. ഭാവനാശരീരത്തിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയണത്. ഭാവനാശരീരത്തിൽ സദാ ഭഗവത് ധ്യാനം ചെയ്യാം. ശങ്കരാചാര്യർ പറഞ്ഞു, ഭഗവത് കഥാശ്രവണം കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ജപം കൊണ്ടും സദ്ഗ്രന്ഥപാരായണം കൊണ്ടും മനസ്സിൽ ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കണമെന്നാണ്. ശംഭുധ്യാന വസന്ത സംഗിനി ഹൃദാരാമേ അഘജീർണച്ഛദാഃ സ്രസ്താ ഭക്തിലതാ ഛടാ വിലസിതാഃ പുണ്യപ്രവാളാശ്രിതാഃ ദീപ്യന്തെ ഗുണകോരകാഃ ജപവചഃ പുഷ്പാണി സദ്വാസനാം നിത്യാനന്ദ സുധാമരന്ദലഹരി സംവിത്ഫലാഭ്യുന്നതി. ആ പൂന്തോട്ടത്തില് ധാരാളം നാമജപമാകുന്ന പുഷ്പങ്ങളും ഭഗവത് ധ്യാനം എന്ന് പറയുന്ന വസന്തകാലം എന്നുവെച്ചാൽ കാലം വരുമ്പോഴല്ലേ വരുള്ളൂ അല്ലേ? അതുപോലെ ഭഗവത് ധ്യാനം എന്ന് പറയുന്നത് ഉള്ളിലങ്ങനെ യോഗിക്ക് ഇറങ്ങി വരണു അത്രേ. ശംഭുധ്യാന വസന്ത സംഗിനി ഹൃദാരാമേ, ഹൃദയമാകുന്ന പൂന്തോട്ടം. അവിടെ പാപവാസനകളാവുന്ന ഉണക്കയിലകളൊക്കെ വീണുപോയി എന്നാണ്. കുറെ കാലം ഉപാസന ചെയ്ത് സാധന ചെയ്ത് പാപവാസനകളാവുന്ന ഉണങ്ങിയ ഇലകളൊക്കെ വീണുപോയി. അഗജീർണച്ഛദാഃ സ്രസ്താ ഭക്തിലത, ഭക്തിയാകുന്ന വള്ളികള് നല്ല ഈശ്വരാശ്രയമാവുന്ന വൃക്ഷങ്ങളിൽ കയറി കട്ടിപ്പിടിച്ച് നിന്നു എന്നാണ്. സ്രസ്താ ഭക്തിലത ഛടാ വിലസിതാഃ പുണ്യപ്രവാളാശ്രിതാഃ ദീപ്യന്തെ ഗുണകോരകാഃ ജപവചഃ പുഷ്പാണി സദ്വാസന, നല്ല സുഗന്ധം, പരിമളം അല്ലേ? അതേപോലെ നല്ല ശുഭവാസനകൾ. ഇങ്ങനെയൊക്കെ ആയിട്ട് നിത്യാനന്ദ സുധാമരന്ദരഹരി, നിത്യാനന്ദമാകുന്ന ജ്ഞാനമാകുന്ന ഫലം അവിടെ ധാരാളം കിട്ടും. സംവിത് ഫലം. ഇതൊക്കെ കാവ്യകൽപ്പന. പക്ഷേ ഇതൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ മനസ്സിനെ ഭഗവത് ധ്യാനം ചെയ്ത് ഭഗവൻ നാമ ജപം ചെയ്തിട്ടും ഭഗവാന്റെ രൂപധ്യാനം ചെയ്തിട്ടൊക്കെ ഭക്തിയിൽ പഴക്കണം. പിന്നെ പതുക്കെ പതുക്കെ ജ്ഞാനവിചാരം ചെയ്ത് പഴക്കണം. ജ്ഞാനരസം അതിനുണ്ടാവണം. ആത്മധ്യാനം ചെയ്ത് പഴക്കി ആ വൃത്തിജ്ഞാനം ഉണ്ടല്ലോ, അതിനെയാണ് വേദാന്തികള് ആത്മസ്ഫൂർത്തിമയമായിട്ട് തീരുന്നതാണ് മനസ്സ്. മനസ്സെന്ന് പറയുന്നത് വൈബ്രേഷൻസ് ആണല്ലോ, ചിത്തവൃത്തികൾ ഇല്ലേ? പല വിചാരങ്ങള് ഉള്ളില് അനേക വിചാരങ്ങളാണ് മനസ്സ്. ആ വിചാരങ്ങളൊക്കെ തന്നെ ആത്മവിചാരത്തില് മുക്കി ആത്മാനുസന്ധാനം കൊണ്ട് നിറച്ച് അതിൽ വേറെ ഒരു വിചാരവും വിചാരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആത്മാനുസന്ധാനം പഴക്കി ആത്മസ്ഫൂർത്തിമയമായിട്ട് മനസ്സ് തീരണം. അതൊരു പവറായിട്ട് മാറും. യോഗി സാധകന് മനസ്സെന്ന് പറയണത് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചിത്തവൃത്തികളായിട്ട് ഇരിക്കുന്നതിന് പകരം അത് ആത്മധ്യാനം ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ആ ആത്മധ്യാനൈകപരനായിട്ട് ഇരിക്കണം. അങ്ങനെ ആത്മധ്യാനം ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മനസ്സ് തീരണം. അങ്ങനെ തീരുമ്പോ
പതുക്കെ പതുക്കെ അത് ആ ഭക്തിരസം, ഈശ്വരാനുഭൂതി രസം, മനസ്സും അഖണ്ഡാകാരമായിട്ട് തീരും. ഇപ്പൊ മനസ്സ് അഖണ്ഡാകാരമല്ലല്ലോ അല്ലേ? മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ നാമരൂപങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സാധന. പുറമേയുള്ള ഓരോ ഫോമും അതിന്റെ ഉള്ളിലുണ്ട്. അത് പതുക്കെ പതുക്കെ വേദാന്ത വിചാരം കൊണ്ട് നാമരൂപരഹിതമായ അഖണ്ഡ വസ്തുവായിട്ട് തന്നെ തീരും അകമയ്ക്ക്. അത് ഇൻ ബിറ്റ്വീൻ, അത് ചൈതന്യലീനവുമല്ല, അത് വെറും ഒരു മെറ്റീരിയൽ തിങ്ങും അല്ല. അതിന്റെ നടുക്ക് അതൊരു ആനന്ദസ്ഥിതിയിൽ നിൽക്കും. അതിനെയാണ് യോഗികളൊക്കെ ആശിക്കുന്നതായ ഭാവസ്ഥിതി, ധ്യാനസ്ഥിതി എന്ന് പറഞ്ഞത്, ആത്മാനുസന്ധാന സ്ഥിതി എന്ന് പറഞ്ഞത്. അങ്ങനെ നിർത്തി പഴകണം. ഇതൊക്കെയാണ് സാധന. ഇങ്ങനെയൊക്കെ ഒരു സാധന എന്ന് പറയുന്ന ഒരു മാർഗം, ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇതൊക്കെ മുമ്പിൽ കണ്ടാലേ നമുക്ക് സ്പിരിച്വൽ ലൈഫ് ഒരു പർപ്പസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭഗവത്ഗീത പഠിക്കുന്നത് ബിസിനസ് മാനേജ്മെന്റിനാണെങ്കിൽ എന്ത് പ്രയോജനം? എല്ലാം ഈ ലോകത്തിന് ഉപയോഗപ്പെടുമോ എന്ന് ചോദിക്കരുത് നിങ്ങൾ. ഇത് പഠിച്ചാൽ എന്റെ ഫാക്ടറി നന്നാവോ? ഇതൊക്കെയാണ് ചോദ്യം. ഈ ഫാക്ടറിയും ഇൻഡസ്ട്രിയും ജോലിയും നിങ്ങളുടെ IT കമ്പനിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല. ഇപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഉണ്ണാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ആനന്ദമായിട്ടിരിക്കാൻ സമയമില്ല അല്ലേ? അതിനെ മുഴുവൻ നമുക്കാണ് ഉപയോഗിക്കേണ്ടത്. അതിനുപകരം നമ്മൾ അതിന് ഉപയോഗപ്പെടുക. മെഷീന് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മെഷീനും നമ്മളെ അടിമകളാക്കി. നമ്മൾക്ക് മനസ്സെന്ന് പറയുന്നത് ഭഗവത് ധ്യാനത്തിനുള്ളതാണ്, ആത്മധ്യാനത്തിനുള്ളതാണ്, ആത്മവിചാരത്തിനുള്ളതാണ്. പതുക്കെ പതുക്കെ ധ്യാനം കൊണ്ട്, ഭക്തി കൊണ്ട് ശുദ്ധമായ ചിത്തം അതിന്റെ മൂലത്തിനെ അന്വേഷിക്കും. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കും. നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഞാൻ ആരാണ്, ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്നുള്ളത് അനുസ്യൂതം എനിക്കുള്ള അനുഭവമാണ്. എന്തൊക്കെ മാറിയാലും ഞാൻ എന്ന് പറയുന്നത് മാറാതെ അതിന് പുറകിൽ തുടർന്നുകൊണ്ടിരിക്കണം. ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് നോക്കുമ്പോൾ ആദ്യം വരുന്നത് ഈഗോ ആണ്, അഹങ്കാരം. ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞു ഭഗവാൻ ഇന്നലെ. അഹങ്കാരം, ഇതാണ് ഞാൻ. ഈസി ആയിട്ടുള്ള ഉത്തരം അല്ലേ? ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണമെങ്കിൽ ക്ഷരപുരുഷനെയെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ ഭഗവാൻ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞല്ലോ. ഗവൺമെന്റിൽ ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ക്ഷരപുരുഷനെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ക്ഷരപുരുഷനാണ് പേരുണ്ട്, സ്ഥലമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉള്ളത് ഈ ക്ഷരപുരുഷൻ. ഈ അഹങ്കാരം, ശരീരാഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, അത് നമുക്കുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓഫീസില് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. ആ അവിദ്യ ഇല്ലാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. ജ്ഞാനത്തോടുകൂടെ ലോകത്തിൽ ഉപയോഗപ്പെടില്ല ജ്ഞാനി. എന്താന്ന് വെച്ചാൽ ഗവൺമെന്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വ്യവഹാരത്തിൽ ആത്മജ്ഞാനിയായിട്ടിരുന്നാൽ നിങ്ങള്, അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ജ്ഞാനം പൂർണ്ണമായി കഴിയുമ്പോൾ വ്യവഹാരം വീണുപോകുന്നതാണ്. ജ്ഞാനം പൂർണ്ണമായി കഴിയുമ്പോൾ നാളികേരം കൊട്ടത്തേങ്ങയായ തനിയെ വിട്ടുവരും. ഉർവാരുകമിവ ബന്ധനാത്ത്. അതുപോലെ ജ്ഞാനം പൂർണ്ണമായി കഴിയുമ്പോൾ നാച്ചുറലായിട്ട് വ്യവഹാരം. നിങ്ങൾ വിടുവൊന്നും വേണ്ട, നമ്മളായിട്ട് വിട്ടാ മുഴച്ചു നിൽക്കും. ഞാൻ സന്യാസം വാങ്ങിക്കണു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികാരമില്ലാതെ നമ്മൾ വാങ്ങിച്ചാൽ സന്യാസം വാങ്ങിച്ചത് പേപ്പറിൽ കൊടുക്കുക. പിന്നെ വർഷാവർഷം സന്യാസം വാങ്ങിച്ചതിന് ഒരു ആഘോഷം, ഒരു റിസപ്ഷൻ, സന്യാസം വാങ്ങിച്ചത്, ഇങ്ങനെയൊക്കെ ആയാലോ അല്ലേ? അത് നാച്ചുറൽ ആണെങ്കിൽ, ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് ഭഗവത്പാദർ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ സ്വഭാവം അതാണ്. അത് എന്ത് ചെയ്യും? അത് തന്നെ അല്ലാതെ വേറെ ഒന്നിനും ഇരുത്തില്ല, എല്ലാത്തിനും തള്ളിക്കളയും. അപ്പോ ആ പൂർണ്ണത്വത്തിന്റെ സ്വഭാവം തന്നെ വ്യവഹാരത്തിനെ സമ്മതിക്കില്ല. അതായത് ഈ ക്ഷരപുരുഷൻ ഇല്ലാതാവും. നാം ഉദിയാതെ ഉള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ.
ഭഗവാൻ ഉള്ളതിനാർപ്പതിലെ ഒരു പാഠം. ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി. അപ്പൊ വ്യവഹരിക്കാൻ പറ്റില്ല. വ്യവഹരിക്കാൻ പോകുമ്പോൾ ഗവൺമെന്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ എന്തു കൊടുക്കും? ജ്ഞാനിക്ക് ഐഡന്റിറ്റി ഇല്ല എന്ന് പറയണം. അത് ഐഡന്റിറ്റി കാർഡില് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ ബ്രഹ്മമാണ് എന്ന് എഴുതാൻ പറ്റുമോ? അങ്ങനെയാണ് എഴുതേണ്ടത് അല്ലേ? പറയുമ്പോ തന്നെ നിങ്ങൾ ചിരിക്കണു. ഇത്രയും വേദാന്ത ശ്രവണം ചെയ്ത് നിങ്ങൾ തന്നെ ചിരിക്കണു. പിന്നെ സർക്കാർ ഓഫീസിലുള്ള ആള് ചിരിക്കാതിരിക്കോ? നിങ്ങൾക്ക് അച്ഛനുണ്ടോ? ന മാതാ പിതാവാന ദേവാന ലോകാഹ ന വേദാലയജ്ഞാനതീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാൻ തദേകോ വശിഷ്ഠ ശിവ കേവലോ. രമണ ഭഗവാൻ അങ്ങനെ ഇരുന്നു. ആ വിട്ട് മധുരയിൽ നിന്നും തിരുവണ്ണാമലയ്ക്ക് പോയ ശേഷം തന്റെ പേരെഴുതിയില്ല, ഒന്നിലും ഒപ്പിട്ടില്ല, ഒരു വ്യവഹാരവും ചെയ്തില്ല. ആശ്രമം എന്തൊക്കെയോ വന്നിട്ടും താൻ അതിലൊന്നും കൂടിയില്ല. ആരോ നടത്തി, ആരോ ആശ്രമം നടത്തി, ആരോ എന്തൊക്കെയോ ചെയ്തു, ഒന്നിലും താൻ വഴങ്ങിയില്ല. എന്തെന്ന് വെച്ചാൽ വ്യവഹരിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണത്വം, സകലതും പൂർണ്ണമാണ്, പൂർണ്ണമായ വസ്തുവായിട്ടുള്ള ദർശനം വ്യവഹാര യോഗ്യമല്ലാതായിട്ട് പോവാണ്. അപ്പൊ അവിടെ ക്ഷരപുരുഷനില്ല. അപ്പൊ ഈ ക്ഷരപുരുഷൻ എന്ന് ഭഗവാൻ പറയണത് നമ്മളുടെ ലോവസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. നമ്മൾക്കൊക്കെ തന്നെ 3 പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ്. ഒന്ന് ക്ഷരപുരുഷൻ, ഒന്ന് അക്ഷരപുരുഷൻ, ഒന്ന് പുരുഷോത്തമൻ. ഈ ക്ഷരപുരുഷനാണ് നശിച്ചു പോണത്. ക്ഷരതീതി ക്ഷരപുരുഷ. ഞാനിവൻ, അഹങ്കാരം ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അതിനെ ക്ഷരപുരുഷൻ എന്ന് പറയണു. അക്ഷരപുരുഷനോ ഇതിനകത്ത് മനോമയനായിട്ട്, സൂക്ഷ്മ ശരീരിയായിട്ട്, ഇതിനകത്ത് ചൈതന്യസ്വരൂപനായിട്ട് ഇരിക്കുന്ന കൂടസ്ഥൻ. ഈ കൂടസ്ഥനാണ് അക്ഷരപുരുഷൻ. ഈ അക്ഷരപുരുഷനെ എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ അവൻ കൂടസ്ഥനുമല്ല. നടുവിലാണ് അവൻ കൂടസ്ഥനായിട്ട് തോന്നണത്. ഇപ്പൊ ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിട്ടേക്കൂട്ടോ, ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി, വെറുതെ കേൾക്കാം. ഞാൻ എന്നുള്ളതിനെ അന്വേഷിക്കുമ്പോ ഞാൻ എന്നുള്ളത് ആദ്യം അറിയാലോ. എനിക്ക് ഞാൻ ഇവനാണ്, ഇന്ന ആളാണ് എന്ന് തോന്നലുണ്ടല്ലോ, അവിടുന്ന് തൊട്ട് തുടങ്ങും. അല്ലെങ്കിൽ അഭിവാദയെ, ഇന്ന ഗോത്രത്തിൽ ചേർന്ന ആള്, ഇന്ന ശാഖയിലുള്ള വേദാധ്യയനം ചെയ്യുന്നവൻ, ഇന്ന സൂത്രത്തിലുള്ളവൻ, ഇതൊക്കെ തന്നെ ക്ഷരപുരുഷനാണ്. அதனாலதான் ஆச்சாரிய புருஷாளுக்கு முன்னால இப்ப சங்கராச்சாரிய எல்லாம் வந்தாருன்னா போய் நமஸ்காரம் பண்றது, அபிவாதையே கோத்திர நாமாலாம் சொல்லி நமஸ்காரம் பண்றது வழக்கம் இல்லை. ஏன்னா ஞானிகள் கிட்ட அது வேண்டாங்கிற சம்பிரதாயத்தினால. இதெல்லாம் ஸ்கூல்ல போனா ஒரு குழந்தைக்கு அப்பா பேரு அம்மா பேரெல்லாம் சொல்ற மாதிரியே குருகுலத்துல போறது சொல்றதுக்கு நமஸ்காரம் பண்றதுக்கு தான் இந்த அபிவாதனம். അത് നമ്മളുടെ ലോവസ്റ്റ് പേഴ്സണാലിറ്റിയാണത്. അപ്പൊ ഈ അഹങ്കാരം ഇതൊന്നും ഞാനല്ല എന്ന് നിഷേധിക്കുകയാണ്. ആദ്യതാണ് നാഹം മനുഷ്യോ നദേവ യക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഃ ന ബ്രഹ്മചാരീ ന ഗൃഹീവനസ്തഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. ഞാൻ മനുഷ്യനല്ല, ദേവനല്ല, യക്ഷനല്ല, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. ഞാൻ നിജബോധരൂപനാണ് എന്നൊരു കുട്ടി പറഞ്ഞു. ഹസ്താമലകൻ എന്ന് പറയുന്ന കുട്ടി, ശങ്കരാചാര്യർ ആ കുട്ടിയെ കണ്ട് ചോദിച്ചു, നീ ആരാണെന്ന്. എന്താന്ന് വെച്ചാൽ ഈ കുട്ടി മിണ്ടണില്ല, മൗനിയാണ്. അവരുടെ അച്ഛനും അമ്മയും കൂടെ വൈദ്യന്മാരെടുത്ത് കൊണ്ടുപോയപ്പോ വൈദ്യന്മാര് പറഞ്ഞു, ഈ കുട്ടിക്ക് സൂക്കേടൊന്നുമില്ല, പക്ഷെ എന്താ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ, ഒന്നും മിണ്ടണില്ല. ആഹാരം കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ ചോദിക്കില്ല. അപ്പോഴാണ് ശങ്കരാചാര്യര് ആ ഗ്രാമത്തിൽ വന്നപ്പോ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് നമസ്കരിപ്പിക്കണത്. നമസ്കരിച്ച് കിടക്കും. എഴുന്നേപ്പിച്ച് ഇരുത്തിയപ്പോഴും ഒന്നിലും ദൃഷ്ടിയില്ല.
പൂർവജന്മത്തിൽ എവിടെയോ ജ്ഞാനം പരിഭാഗമായി അല്പം ഒരു ശരീരപ്രാരബ്ധം ഉള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ ഉണ്ടാവുന്നത്. രമണ ഭഗവാനെ എങ്ങനെയാണല്ലോ അല്ലേ, ആരും പറഞ്ഞു കൊടുക്കാതെ ജ്ഞാനം വരെയല്ലേ, എവിടുന്നും പുറത്തുനിന്ന് ഒരു സോഴ്സിൽ നിന്ന് വരാതെ വരെയാണ്. അപ്പൊ എന്തോ ഒരു പ്രാരബ്ധം ഉണ്ടായിരുന്നു ഒരു 16 വയസ്സ് വരയ്ക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ അങ്ങോട്ട് മാറി പ്രകാശിച്ചു. അതേപോലെയാണ് ഈ കുട്ടിയും. ഒന്നും മിണ്ടണില്ല. ശങ്കരാചാര്യ ചോദിച്ച് കണ്ടോണ്ണേ ആചാര്യസ്വാമികൾ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ ആരാണ് കുട്ടി? കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്താ കിം നാമതേ ത്വം കുത ആഗതോസി ഏതന്മയോക്തം വദചാർഭഗത്വം മത്പ്രീതയേ പ്രീതി വിവർദ്ധനോസി. തന്നെ കാണുമ്പോ എനിക്ക് നല്ല പ്രിയം തോന്നുന്നു. നീ ആരാണ്? നിന്റെ അച്ഛൻ ആരാണ്? അമ്മ ആരാണ്? നീ എവിടുന്ന് വരണു? എവിടേക്ക് പോണു? എന്താ പേര്? ബ്രാഹ്മണനാണോ? ക്ഷത്രിയനാണോ? ബ്രഹ്മചാരിയാണോ? ഗൃഹസ്ഥനാണോ? എന്താ നിന്റെ ആശ്രമം? എന്താണ് നിന്റെ വർണ്ണം? ഇതൊക്കെ അധ്യാസമാണ്. ഇതാണ് വ്യവഹാരം അല്ലേ? വ്യവഹാരത്തിൽ ഐദർ യു ഹാവ് ടു ഡിഫൈൻ, അല്ലെങ്കിൽ വ്യവഹാരത്തിൽ വരുമ്പോ തന്നെ അധ്യാസം എന്നു. അധ്യാസം എന്ന് വെച്ചാൽ ആത്മാവിനെ ശുദ്ധരൂപമായി അനുഭവിക്കാനോ മറ്റുള്ളവരോട് പറയാനോ നമുക്ക് പറ്റില്ല. നമ്മൾക്ക് വ്യവഹരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കളറോടുകൂടിയേ വ്യവഹരിക്കാൻ പറ്റുള്ളൂ. എത്ര അധ്യാസ തത്ര വ്യവഹാര യഥാ സുഷുപ്തൗ എന്നാണ് ശാസ്ത്രം. എത്ര അധ്യാസ, എവിടെ അധ്യാസമില്ലയോ തത്ര വ്യവഹാര യഥാ സുഷുപ്തൗ. സുഷുപ്തിയിൽ എങ്ങനെയോ അതുപോലെ എന്നാണ്. സുഷുപ്തിയില് അധ്യാസം ഇല്ലാത്രേ, അപ്പൊ വ്യവഹാരവും ഇല്ല എന്നാണ്. അപ്പൊ അധ്യാസമില്ലാത്ത സ്ഥിതിക്കാണ് സമാധി എന്ന് പേര്. ജീവൻ മുക്തൻ ആരാണെന്ന് വെച്ചാൽ എല്ലാവരുടെ നടുക്കുണ്ട്, പക്ഷെ അയാൾക്ക് അധ്യാസമേ ഇല്ല. അധ്യാസം എന്ന് വെച്ചാൽ കയറിൽ പാമ്പിനെ ആരോപണം ചെയ്ത് കാണുന്ന പോലെ ആത്മാവില് ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ആണ് പെണ്ണ് ഒക്കെ ആരോപണം ചെയ്ത് ആണല്ലോ നമ്മൾക്ക് വ്യവഹരിക്കാൻ പറ്റുള്ളൂ അല്ലേ? ആത്മസ്വരൂപമായിട്ടുള്ള അനുഭവത്തിനെ വ്യവഹാരത്തിൽ വിട്ടുപോവാതെ ഇരിക്കണത് അപൂർവം ചില ദിവ്യജീവികൾ ലോകത്തിൽ കാണും. അവർക്കൊന്നുകൊണ്ടും കുലുക്കം വരില്ല. അതിൽ ചിലരൊക്കെ ആത്മധ്യാനമില്ലാതെ ആത്മജ്ഞാനം ഇരുന്നുകൊണ്ട് വ്യവഹാരവും സാധിക്കുന്ന ആളുകളാണ്. ജനകനെ പോലെയുള്ളവരൊക്കെ അവർക്ക് വ്യവഹാര പ്രാരബ്ധം കുറച്ചുള്ളത് കൊണ്ട് വ്യവഹാരം ചെയ്യും. അംബരീഷനെ പോലെയുള്ളവരൊക്കെ വ്യവഹാരം ചെയ്യും. വ്യവഹാരം ചെയ്യുമ്പോഴും ജ്ഞാനം ബാധിക്കപ്പെടാതെ വ്യവഹാരം ചെയ്യും. പക്ഷെ ഹസ്താമലകൻ, ഈ കുട്ടിയെ പോലെയുള്ളവരൊക്കെ, ശുകാചാര്യരെ പോലെയുള്ളവരൊക്കെ ബ്രഹ്മവിദ് വരിഷ്ഠന്മാരാണ്. അവർക്ക് വ്യവഹാരം ചെയ്യാനുള്ള പ്രാരബ്ധവുമില്ല. അനുഭൂതി രസത്തിൽ മുഴുകി യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. പരമഹംസന്മാരാണ് അവർ. അതുകൊണ്ട് ഈ കുട്ടിയെ കണ്ട് ആചാര്യസ്വാമി ചോദിച്ചു, നീ ആരാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ പോലും ചോദിച്ചാൽ വരും. നമ്മൾ ആരാണെന്ന് വരും അല്ലേ? ചോദിച്ചിട്ടില്ലെങ്കിൽ നിഷേധിച്ചാലും വരും. ചിലപ്പോൾ പ്രബലമായിട്ട് വരും അല്ലേ? ചോദിക്കുമ്പോ നമ്മൾക്ക് നോക്കുമ്പോ നിങ്ങൾ ആരാ ചോദിച്ചാൽ നമ്മളൊന്നും പറയില്ല. അപ്പൊ ഒരു ബ്രാഹ്മണനെ കണ്ടിട്ട് നിങ്ങൾ ശൂദ്രനാണോ ചോദിച്ചാൽ അപ്പ ബ്രാഹ്മണനാണെന്ന് പറയും. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നൊക്കെ പറയും അല്ലേ? ഇവിടെ ആവുമ്പോ നിങ്ങൾ ഏത് ജാതിയിൽ പെട്ടതാണോ, ഈ ജാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഒരാൾ. ജാതിയൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിച്ചു, എന്നാലും നിങ്ങളുടെ ഈ പൂർവ്വവക നിങ്ങള് വൈശ്യനാണോ ശൂദ്രനാണോ? ഓ നല്ല നമ്പൂരിയാണ്, പക്ഷെ ഇപ്പൊ ജാതിയൊന്നുമില്ല. എന്റെ അത് കിടക്കണ്ടുള്ളില്ല അല്ലേ? എത്രന അധ്യാസഹ തത്രന വ്യവഹാര. അപ്പൊ വ്യവഹാരത്തിൽ വരുമ്പോ നിഷേധിച്ചാലും നമ്മളുടെ അധ്യാസം വരും. അപ്പൊ നിഷേധിക്കുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കാന്നൊക്കെ നമ്മളൊരു സ്റ്റേജ് പറയണ്ടല്ലോ. ആ സ്റ്റേജ് എന്താന്ന് വെച്ചാൽ ഒരു അധ്യാസവുമില്ല, ഒരു ദോഷവുമില്ല. സദാ ഇപ്പോ പെണ്ണുവേഷം കെട്ടിയ ആണ് അയാളുടെ അടുത്ത് എത്ര തന്നെ നീ പെണ്ണാണെന്ന് പറഞ്ഞാലും, അയാൾ എത്ര തന്നെ താതാത്മ്യത്തോടുകൂടെ പെണ്ണായിട്ട് നടിച്ചാലും അയാൾക്ക് ആണാണെന്നുള്ളത് എവിടെയെങ്കിലും മറന്നുപോണ്ടോ? ഇനിയിപ്പോ അയാൾ ആണാണെന്ന് ചിന്തിക്കണോ? അയാളുടെ പുരുഷത്വം സ്ഥാപിക്കാൻ അയാൾ ആണാണെന്ന് ചിന്തിക്കണോ? ഇല്ല ഞാൻ പെണ്ണല്ല ഞാൻ ആണാണെന്ന് ധ്യാനിക്കണോ?
ഒന്നും വേണ്ടല്ലേ. അതുപോലെ സോളിഡ് എക്സ്പീരിയൻസ് ഓഫ് സെൽഫ്. താൻ ആത്മാവാണെന്നുള്ള അനുഭവം എന്ന് ഞാൻ പറയാൻ കാരണം ആ അനുഭവം ഇപ്പൊ തന്നെ ഉണ്ട്. പക്ഷെ ഇത്തരം ആയിട്ടുള്ള വിഷയങ്ങൾ, പ്രതീതികളെയൊക്കെ അനുഭവമായിട്ട് നമ്മളിപ്പോ കരുതുന്നുണ്ടല്ലോ. ആ ഇതര പ്രതീതി തിരസ്കാരം ഉണ്ടായി. ഒന്നും നമ്മളുടെ മേലെ ആരോപണം ചെയ്യാതെ ആ ബ്രഹ്മവിദ്വരിഷ്ഠനായിട്ട് താൻ അത് തന്നെ എന്ന് പറഞ്ഞിരിക്കുമ്പോ അയാൾ നടമാടുന്ന ശിവനാണ്. എന്താന്ന് വെച്ചാൽ അവന് പുരുഷോത്തമനാണ്. അവന്റെ ഉള്ളില് ഒരു വ്യക്തിയുമില്ലല്ലോ അല്ലേ. അത് ഒരു തരത്തില് മഹാകാശം ഘടാകാശമായിട്ട് നടക്കണ പോലെ. അതിനകത്ത് വ്യക്തിയില്ല. അവിടെ ക്ഷരപുരുഷനുമില്ല, അക്ഷരപുരുഷനുമില്ല. ക്ഷരപുരുഷനെ വെച്ചുകൊണ്ടാണ് ദ്വൈതമതം. അക്ഷരനെ പുരുഷനെ വെച്ചുകൊണ്ടാണ് വിശിഷ്ടാദ്വൈതം. പുരുഷോത്തമനെ വെച്ചുകൊണ്ടാണ് അദ്വൈതം. ഞാൻ ശരീരമാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മാധ്വാചാര്യർ പറഞ്ഞത് സത്യമാണ്. എല്ലാം നിങ്ങൾ വേറെ, ഞാൻ വേറെ, നല്ല ആള് വേറെ, ചീത്തയാള് വേറെ. പഞ്ചഭേദങ്ങളാണ് മാധ്വന്മാർക്ക്. 5 ഭേദങ്ങളാണ് നിങ്ങൾക്കും എനിക്കും തമ്മിലുള്ള ഭേദം. ഇതിൽ നല്ല ആളുകൾ, പുണ്യവാന്മാർക്കും പാപിക്കും തമ്മിലുള്ള ഭേദം. ഇതില് മുക്തപുരുഷന്മാർക്കും നിത്യബദ്ധന്മാർക്കും തമ്മിലുള്ള ഭേദം. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം. ഇങ്ങനെ പറഞ്ഞ് 5 ഭേദങ്ങൾ അവർക്കുണ്ട്. ആ 5 ഭേദങ്ങൾ അവർ സ്ഥാപിക്കും. അത് വളരെ ഫാക്ച്വലാണ്. നമ്മൾ ശരീരമാണോ? നമ്മള് സിദ്ധാന്തം കൊണ്ട് അദ്വൈതികളാണെങ്കിലും അനുഭവത്തിൽ മാധ്വന്മാരാണ്. ഞാൻ ശരീരമല്ല, ഇതിനകത്തൊരു ജീവനാണ് അല്ലേ. പല സമ്പ്രദായങ്ങൾ അങ്ങനെയുണ്ട്. ഈ ദേഹത്തിന്റെ ഉള്ളില് ഒരു ചൈതന്യത്തിനെ സാക്ഷാത്കരിക്കുമ്പോ അത് കൂട്ടസ്ഥനാണ്. വിശിഷ്ടാദ്വൈതികളൊക്കെ അതാണ്. നമ്മള് ചിതചിത് വിശിഷ്ടനാണ് ഈശ്വരൻ എന്നാണ് അവർ. അപ്പൊ ഈ ജീവൻ ചിത്താണ്. ഈ ചിത്ത്, അചിത്തായിട്ടുള്ള ശരീരം ഒക്കെ ഈശ്വരന്റെ അംഗങ്ങളാണ്. നമ്മളൊക്കെ ഈശ്വരന്റെ അംശമാണ് എന്നൊക്കെ പറയണത് വിശിഷ്ടാദ്വൈതം. ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കി. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരവുമല്ല. ആ ഞാൻ എന്ന് പറയുന്ന അനുഭവം ഒരു പ്രത്യേകമായ വിചാരദശയില് ടൈംലെസ് ആയിട്ട്, സ്പേസ്ലെസ് ആയിട്ട്, അഖണ്ഡാകാരമായിട്ട് അനുഭവപ്പെടുന്നു. അതിനെയാണ് നമ്മൾ സമാധിയെന്നും നിർവികൽപ്പ പ്രജ്ഞയെന്നും തത്പദലക്ഷ്യാർത്ഥമെന്നും ഒക്കെ വേദാന്ത വിചാരം ചെയ്യുന്ന ആളുകൾ പറയും. നിങ്ങളിപ്പോ പല ദശയിൽ നിന്നും വരുന്ന ആളുകളാണ്. ചിലർ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ചിലർ ആദ്യമായിട്ട് ഇവിടെ കൂട്ടം കണ്ടിട്ട് കയറി വന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഈ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലിതിപ്പോ പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പോ ഈ തത്പദലക്ഷ്യാർത്ഥം എന്ന് പറയണത് അഖണ്ഡമായ ഈശ്വരന്റെ സ്വരൂപം അഥവാ ബ്രഹ്മസ്വരൂപം, അതാണ് താൻ എന്നുള്ള റെക്കഗ്നിഷൻ, തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ജീവന്റെ പരമലക്ഷ്യസ്ഥാനം. ഇത് നിങ്ങൾ പ്രാപിച്ചുവോ പ്രാപിച്ചില്ലയോ, നേടിയില്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. ഇതൊക്കെ ശാസ്ത്രപ്രതിപാദ്യമായ വിഷയമാണ്. നമ്മൾ കേൾക്കുന്നു. ഞാൻ എന്ന് പറയുന്നത് 3 തലത്തിലാണ്. 1 അഹങ്കാരം, 2 അഹം സ്ഫൂർത്തി, 3 അഹംബോധം. ഈ അഹങ്കാരത്തിനെ തന്നെ ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്ന് പറഞ്ഞ് തോന്നുന്നത് ആരായുമ്പോ അത് സ്ഫൂർത്തിമയമായി, ഉള്ളില് ചൈതന്യമയമായി പ്രകാശിക്കും. ക്രമേണ നമുക്കറിയാം അത് ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല, അത് പൂർണ്ണത്വത്തിൽ നിന്നും ഭിന്നമല്ല, അത് പൂർണ്ണമായ വസ്തുവാണ്. തൊലിയും എലുമ്പുമലം ദുരന്തം അന്തഃകലകളും എന്തും അഹന്തയൊന്നു കാണുക. പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും, വലിയൊരഹന്ത വരം തരേണം. ഭഗവാന്റെ വരം എന്തിനാണെന്ന് വെച്ചാൽ ആ പൂർണ്ണത്വം ഉണ്ടല്ലോ, ആ പൂർണ്ണത്വം ഹൃദയത്തിൽ പ്രകാശിക്കാനായിട്ടാണ്. പലരും അങ്ങനെയൊക്കെ നേടിയ ആളുകൾ ഈ ഭാരതദേശത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. ഈ പയ്യനെ കണ്ട് ശങ്കരാചാര്യർ നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ നിജബോധരൂപനാണെന്ന് പറഞ്ഞ ആ കുട്ടിയെ കണ്ട് ആചാര്യസ്വാമികൾ അത്ര സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു,
ഇവനെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവനെ എനിക്ക് തന്നേക്കൂ, എന്റെ കൂടെ അയച്ചേക്കൊന്നു. അങ്ങനെയാണ് ശങ്കരാചാര്യരുടെ 4 പാർഷദന്മാരിൽ ഹസ്താമലകൻ എന്ന് പറയുന്ന ഈ ശിഷ്യൻ എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അദ്ദേഹം ശങ്കരാചാര്യർക്ക് ശിഷ്യപ്പെടാനുള്ള ആളൊന്നും അല്ല, അല്ലേ? അതിന് തെളിവാണ് ഈ ഹസ്താമലകീയത്തിന് ശങ്കരാചാര്യർ തന്നെ വ്യാഖ്യാനം എഴുതിയെന്നാണ്, ഭാഷ്യം എഴുതിയെന്നാണ്. അദ്ദേഹം വേറെ ഒരു കൃതിയൊന്നും എഴുതിയിട്ടില്ല. ശങ്കരാചാര്യരുടെ ബാക്കി ശിഷ്യന്മാരൊക്കെ വേറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. സുരേശ്വരാചാര്യര് ബ്രഹ്മസൂത്ര, ബൃഹദാരണ്യകോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ദക്ഷിണാമൂർത്തി സ്തോത്രം, വാർത്തിക എഴുതിയിട്ടുണ്ട്. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. പത്മപാദാചാര്യര് പഞ്ചപാദിക എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ത്രോടകാചാര്യര് ശ്രുതിസാര സമുദ്ധരണം എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. ഈ ഹസ്താമലകൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ശങ്കരാചാര്യർ ചോദിച്ചപ്പോ ഇത് പറഞ്ഞു, ഗംഭീരമായിട്ട് പറഞ്ഞു. ഞാൻ ആത്മാവാണ്, ശരീരമല്ല, അഖണ്ഡദ്വയമായ പൂർണ്ണവസ്തുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ജഡഭരതനെ പോലെ ചിലരൊക്കെ അവർ ചോദിക്കുമ്പോൾ അവർക്ക് അധ്യാസമൊന്നുമില്ല. അവരെ നിഷേധിച്ചാലും നിന്ദിച്ചാലും അവർക്ക് ആത്മാനുഭവം പോവില്ല. അവരെ സ്തുതിച്ചാലും അവർക്ക് ആത്മാനുഭവം പോവില്ല. അവർ വ്യവഹാരത്തിലൊന്നും കൊടുങ്ങില്ല. അവർ യാതൊന്നിനും അവര് തനി സ്വർണം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സ്വാനുഭൂതി സമ്പന്നന്മാരായ ജീവൻ മുക്തന്മാര് യാതൊരു വ്യവഹാരത്തിലും കൊടുങ്ങാതെ പൂർണ്ണപ്രജ്ഞന്മാരായിട്ട് അവിടെ ഈ ഭാരതദേശത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും. അവരൊക്കെ തന്നെ പുരുഷോത്തമനായി ഭഗവാനെ സാക്ഷാത്കരിച്ചവരാണ്. അവരുടെ അനുഭൂതി ഒരു കുമിളയുടെ ഉള്ളിൽ കൂടെ ആകാശം കാണപ്പെടുന്ന പോലെ അവരുടെ ഉള്ളിലുള്ള അനുഭവം അഖണ്ഡാകാര സ്വരൂപത്തോടു കൂടിയതാണ്. ഈ അധ്യായത്തില് പുരുഷോത്തമൻ എന്ന് ഭഗവാൻ പറഞ്ഞതും അതാണ്. പരമാത്മേത്യുദാഹൃത. നമ്മളുടെയൊക്കെ ഞാൻ എന്നുള്ള ചൊല്ലിന് യഥാർത്ഥത്തിൽ പുരുഷോത്തമൻ എന്നാണല്ലോ അർത്ഥം. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവം സദസതിദമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാ ജാഗ്രതാദിഷ്വവസ്ഥാസു അഹം അഹമിതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. പരമാത്മാവാണ്, ഭഗവാനാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ആദി അവസ്ഥകളിലൊക്കെ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപമായി നമ്മളുടെ ഉള്ളിൽ ഗൂഢമായിട്ട് കിടക്കുന്നത്. നമ്മളുടെ വ്യക്തിത്വത്തിന്റെ ഉണ്മയായ സ്വരൂപമായി സത്തയായി പരമാത്മാവിലസത്തി. പിന്നെ എന്തേ അറിയാത്തത്? സമാധി ദശയിലെ അനുഭവം ഉണ്ടാവുള്ളൂ. സമാധി എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, ഒരു സ്റ്റേറ്റ് അല്ല. സമാധി എന്ന് വെച്ചാൽ സൂക്ഷ്മദർശന പാഠം ഉണ്ടാവണം. ആ സൂക്ഷ്മദർശന പാഠം ഉണ്ടാവുമ്പോഴാണ് ഈ വസ്തു ഹൃദയത്തിൽ പ്രകാശിക്കണത്. ലോകത്രയമാവിശ്യ വിഭർത്തി അവ്യയ ഈശ്വര. ഈശ്വരൻ തന്നെ ആത്മസ്വരൂപമായി ഇരുന്നുകൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും വിഭർത്തി അധിഷ്ഠാനമായി സാക്ഷിയായി ഇരുന്ന് പ്രകാശിക്കുന്നു. ഭൂർഭുവസ്വരാക്യം സ്വകീയയാ ചൈതന്യബലശക്തിയ ആവിശ്യ സ്വരൂപ സദ്ഭാവമാത്രേണ ധാരയതി. ന അസ്യ വ്യയോ വിദ്യത്തെ ഇതി അവ്യയഃ ഈശ്വരഃ സർവജ്ഞഃ നാരായണാഖ്യഃ ഈശനശീലഃ. നാരായണൻ എന്നൊക്കെ പറഞ്ഞാൽ ആത്മാ, ഈശ്വരൻ എന്നർത്ഥം. സ്ഥിതി ഉദ്ഭവ പ്രളയഹേതു അഹേതുരസ്യ യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സദ് ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര എന്ന് നാരായണ പദത്തിന് ഭാഗവതത്തിലുള്ള വ്യാഖ്യാനമാണ്. അങ്ങനെ ആ നാരായണൻ ഹൃദയത്തിൽ ആത്മാവായി പ്രകാശിക്കണു എന്ന് പറഞ്ഞു. യഥാവ്യാഖ്യാതസ്യ ഈശ്വരസ്യ പുരുഷോത്തമൈതി ഏതത് നാമ പ്രസിദ്ധം തസ്യ നാമനിർവചന പ്രസിദ്ധ്യാ അർത്ഥവത്വം നാംനഃ ദർശയൻ നിരതിശയഃ അഹം ഈശ്വരഃ ഇതി ആത്മാനം ദർശയതി ഭഗവാൻ. ഭഗവാൻ പറയണു, നിരതിശയനായ ഈശ്വരനാണ് ഞാൻ
ഈശ്വരനെ സാക്ഷാത്തായിട്ട് അനുഭവം കൊണ്ട് അറിയലാണ് വേദത്തിന്റെ ലക്ഷണം. വേദത്തിലൊക്കെ തന്നെ പുരുഷൻ എന്നുള്ള വാക്കാണ് കാണുന്നത് കൂടുതൽ, അല്ലേ? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദശാംഗുലം പുരുഷ ഏവേദഗും സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉതാമൃതത്വസ്യേഷാനഃ യദന്യേനാതിരോഹതി. വേദം ഭൂതഭവ്യ ഭവത് പ്രഭുവായി പുരുഷനെ പറയണം. ആ പുരുഷൻ ഈശ്വരൻ, നമ്മളുടെ ആത്മസ്വരൂപിയായ ഭഗവാൻ. ആ ഭഗവാനെയാണ് ഇവിടെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞത്. അടുത്ത ശ്ലോകം നോക്കൂ. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിതഃ പുരുഷോത്തമഃ. അഹം ക്ഷരം അതീതഃ. ഭഗവാൻ ആരാണ്? തീർച്ചയായിട്ടും അദ്വൈതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഭഗവാൻ എന്ന്. അപ്പൊ ഹിരണ്യകശിപുവിന് നമ്മൾക്കും എന്താ വ്യത്യാസം? അതെ, നമ്മളല്ല, നമ്മളൊക്കെ ക്ഷരപുരുഷന്മാരാണ്. കുറച്ച് കൺഫ്യൂഷനായിട്ടിരിക്കും അദ്വൈതം മനസ്സിലാക്കും. നമ്മളല്ല, നമ്മൾ വാസ്തവത്തിലില്ല, നമ്മളൊരു അപ്പിയറൻസ് മാത്രമാണ്, ക്ഷരപുരുഷന്മാരാണ്. യസ്മാത് ക്ഷരമതീതോഹം. ശരി, ഇതിനകത്ത് കാണപ്പെടുന്നതല്ലേ ഈശ്വരൻ? അതുമല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് എന്നുള്ള ലിമിറ്റേഷനൊക്കെ ഉള്ളത്തോളം നിങ്ങൾ പൂർണ്ണമായി ഈശ്വര സാക്ഷാത്കാരമായില്ല. നിങ്ങൾ ജീവൻ എന്നുള്ള തലം വരയ്ക്കേ പോയുള്ളൂ. അപ്പോഴൊന്നും ഞാനും ഈശ്വരനും ഒന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോ ഞാൻ ഈശ്വരനും ഒന്നാണെന്നുള്ള അനുഭവം വന്നുവോ അപ്പൊ ഞാനേ ഉണ്ടാവില്ല, ഈശ്വരനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈശ്വരനെ ഉണ്ടാവുള്ളൂ. അവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഈശ്വരനേ ഉള്ളൂ. അവിടെ ഞാനില്ല. തൂ തൂ കർത്താ തൂ ഭയ മുജ്മേ റഹീനഹു. കബീർ ഒരു പാട്ടുണ്ട് കബീറുടെ. അല്ല, കബീർ പറയണു എല്ലാം ഭഗവാനാണ് ഭഗവാനാണെന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഞാനില്ലാതായിരിക്കണമെന്ന്. അവിടെയും ഭഗവാനേ ഉള്ളൂ. ജാഗ്രതി രാമ സ്വപ്നി രാമ. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒക്കെ രാമനാണ്. അപ്പൊ ഞാനേ ഇല്ല അവിടെ. അപ്പൊ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ശരീരത്തിൽ ഇരിക്കണ ഇന്ന പേരുകളോടുകൂടി ഇന്ന വ്യക്തി, അയാൾ ഈശ്വരനാവലല്ല. ഇതൊക്കെ കൺഫ്യൂസ് ആയിട്ടാണ് നമുക്ക് ഈ ലോകം മുഴുവൻ അവതാര പുരുഷന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഈശ്വരനാണ്, നിങ്ങളെയൊക്കെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്, അങ്ങനെ ഒരു ഈശ്വരനെ അല്ല ഇപ്പൊ വേദാന്തം പറയണത്. വേദാന്തപ്രഥിതമായ ഈശ്വരൻ സാക്ഷാത്കൃതമാവുമ്പോ അവന് ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, എന്റെ പൂർവ്വജന്മം ഒക്കെ അങ്ങേക്ക് അറിയോ? എനിക്കൊന്നും അറിയില്ല. അപ്പൊ അങ്ങ് ഭഗവാനല്ലേ? ഞാൻ ഭഗവാനാണെങ്കിലേ എനിക്ക് ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ഭഗവാനല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തറിയോ അതേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ അഭൂത് വിജാനതഃ. സകലതും ആത്മസ്വരൂപമായി ദർശിക്കണതാണ് വേദാന്തം. എപ്പോ ഞാൻ ശരീരമാണോ നിങ്ങൾ ശരീരമാണ്, ഞാൻ മനസ്സാണോ നിങ്ങളുടെ മനസ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ ആത്മാവാണോ നിങ്ങളുടെ ശരീരത്വവും നിങ്ങളുടെ മനസ്സൊക്കെ എനിക്ക് പോയി, നിങ്ങളും എനിക്ക് ആത്മാവാണ്. എന്നിൽ നിന്ന് അന്യമായി നിങ്ങളൊന്നുമില്ല. സകലതും ഏകവും അദ്വയവുമായ സത്യമായി എന്റെ പ്രജ്ഞയിൽ ഉണ്ടാവണം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനമാണ് വേദാന്ത ജ്ഞാനം. അല്ലാതെ ഒരു സ്ഥൂല ശരീരത്തിൽ ഒരാള് ഞാൻ ഈശ്വരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ആളുകൾക്കുള്ള ഈശ്വര വിശ്വാസമൊക്കെ പോയി പോകും. എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ജലദോഷം വരുന്നുണ്ടോ പനി വരുന്നുണ്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ, ഇദ്ദേഹത്തിനും ജലദോഷം വരുന്നു, ഇദ്ദേഹത്തിനും പനി വരുന്നു, ഇദ്ദേഹത്തിന് നടക്കാൻ വയ്യാതാവുന്നു, ഇദ്ദേഹത്തിന് സൂക്കേട് വരുന്നു, ഇദ്ദേഹം മരിച്ചു പോകുന്നു, ഇത് എന്തൊട്ട് ഈശ്വരനാപ്പാതെന്ന് തോന്നും.
അപ്പൊ ജ്ഞാനികളിലൊക്കെ അതുകൊണ്ടാണ് ജ്ഞാനികൾ അവസാനം വരയ്ക്കും ഞാൻ ശരീരമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരമണ്ഡലത്തില് അവരുമൊക്കെ നമ്മളെ പോലെ തന്നെയാണ്. അവരറിഞ്ഞ് ബുദ്ധൻ അവസാനം മരിക്കണതിന് മുമ്പ് പറഞ്ഞു അത്രേ. ബുദ്ധന്റെ ഒരു ശിഷ്യൻ ആനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എങ്ങനെ കിട്ടും? പിന്നാലെ നടന്നാൽ മാത്രം കിട്ടുമോ? ഞാൻ സിദ്ധാർത്ഥനാണ്, ഞാൻ ഈ സത്യത്തിനെ അറിയാനായി വിചാരം ചെയ്ത് ഞാൻ കണ്ടെത്തി, അതുപോലെ താനും കണ്ടെത്തേണ്ടിയിരിക്കണമെന്ന് ബുദ്ധൻ പറഞ്ഞു എന്നൊരു കഥയുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം വേദാന്തത്തിന്റെയാണത്. വേദാന്തത്തില് ജപ്പടി വിദ്യ ഒന്നുമില്ല, അവിടെ മാജിക് ഒന്നുമില്ല. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയൊന്നുമല്ല. സെമിറ്റിക് റിലീജിയൻസിന്റെ ഒരു തരം ചുവട് പിടിച്ചിട്ടാണ് നമുക്ക് വ്യക്തിപ്രാധാന്യം എന്നത്. ബുദ്ധനെ എന്തുകൊണ്ട് സനാതനധർമ്മത്തിൽ നിന്ന് പുറത്തു തള്ളിയെന്ന് ചോദിച്ചാൽ ബുദ്ധനെ തള്ളിയിട്ടൊന്നുമില്ല. ബുദ്ധൻ സനാതനധർമ്മത്തിന്റെ ആള് തന്നെയാണ്. ബുദ്ധൻ ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഒരേ ഒരു കാര്യമാണ് ആദ്യമായിട്ട് ബുദ്ധമതത്തിൽ വന്നത്. എന്താന്ന് വെച്ചാൽ ബുദ്ധൻ കണ്ടുപിടിച്ച സത്യം എത്രയോ ആളുകൾ അറിഞ്ഞു, എത്രയോ ഋഷികൾ അറിഞ്ഞു, എത്രയോ സാധാരണ ജനങ്ങളൊക്കെ ആ ജ്ഞാനനിഷ്ഠന്മാരായിട്ടുണ്ടായിരുന്നു. അവരാരും ഞാനാണിത് കണ്ടുപിടിച്ചത്, ആദ്യമായി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ല. അവർക്ക് ഫോളോയിങ് ഉണ്ടായില്ല. അവരൊരു മതം സ്ഥാപിച്ചില്ല. ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സെപ്പറേറ്റ് റിലീജിയൻ ഉണ്ടായത് ബുദ്ധിസമാണ്. അതോടുകൂടെ പിടിച്ച് ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം ഒക്കെ വന്നു. ഋഷികൾ എത്ര പേര് കണ്ടുപിടിച്ചു ഈ സത്യം? അവരാരും നിങ്ങളെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കണതെന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളുമൊക്കെ ഇത് അറിയൂ, ഞാൻ അറിഞ്ഞിരിക്കണു, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് വെള്ളം തെളിച്ചാലൊന്നും നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങളിത് അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇത് ഋഷികളുടെ സമ്പ്രദായം അങ്ങനെയാണ്. ഋഷികള് ലൗകികം പാരമാർത്ഥികം ഒന്നും ഭരിച്ചില്ല. അവര് ഈ ജ്ഞാനത്തിനെ പോലും സർവ്വസാധാരണമായിട്ടാണ്. വാസ്തവത്തിൽ ഈ ജ്ഞാനം പോലും ആവശ്യമില്ല. നമ്മള് അജ്ഞാനം ചേർത്തത് കൊണ്ടാണ് ജ്ഞാനം വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾക്ക് പൂർണ്ണരാണ്. ഈ മരുന്ന് കഴിക്കേണ്ടി വരുന്നത് രോഗം ഉണ്ടാക്കിയത് കൊണ്ടാണ്. രോഗമില്ലായ്മ നമ്മളുടെ സ്വഭാവമാണ്. അപ്പോ ഇവിടെ ഒരു മതം, ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു വന്നത് കൊണ്ടുവന്ന് വേദത്തിൽ നിന്ന് അന്യമായി, ഉപനിഷത്തിൽ നിന്ന് അന്യമായി എന്തോ പുതിയതായിട്ട് ബുദ്ധൻ കണ്ടുപിടിച്ച പോലെ ഒരു ചിത്രം കൊണ്ടുവന്നു. അപ്പോഴാണ് ബുദ്ധന് പോണ്ടി വന്നത് പുറത്ത്. എന്താന്ന് വെച്ചാൽ ബുദ്ധിസത്തിലുള്ള എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ തന്നെ ഈ വേദാന്ത ദർശനത്തിലുള്ളതാണ്. പിന്നെ ഒരു തെളിവില്ലായ്മ കുറെ വന്നു. അപ്പൊ ഈ തത്വം സാക്ഷാത്തായിട്ട് അറിയണത് അഹങ്കാരം ഞാനല്ല. പിന്നെ ഈ ശരീരത്തിനകത്ത് ഈ ശരീരം ഞാനാണെന്നും ഇതെന്റെ എക്സിസ്റ്റൻസ് ആണെന്നുള്ള അനുഭവം ഉള്ളവരെ ഈ ലിമിറ്റേഷൻ, പരിച്ഛിന്ന ഭാവം എന്റെ ഉള്ളിലുള്ളവരെ എനിക്ക് പൂർണ്ണാനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അക്ഷരവും ഞാനല്ല, എന്റെ യഥാർത്ഥ സ്വരൂപമല്ല. അതിനും അപ്പുറം പോയി പുരുഷോത്തമൻ എന്ന് അഖണ്ഡമായ തത്പദ ലക്ഷ്യാർത്ഥം ആ ഈശ്വരന്റെ സ്വരൂപത്തിനെ, ബ്രഹ്മസ്വരൂപത്തിനെ സാക്ഷാത്തായിട്ട് ഇപ്പൊ എനിക്കറിയാം. ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പോന്നും വല്ല ഫ്രഞ്ചോ ജർമ്മനോ പോലെ ഉണ്ടാവും. എന്നാലും കേട്ടോള. അക്ഷരപുരുഷനായ ഭഗവാൻ. അപ്പോ നോക്കൂ, ഇവിടെ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുമ്പോ ആ സാക്ഷാത്കാര ആകാശജ്ഞാനേന ആകാശകൽപ്പേന യോധർമാന ഗഗനോപമാനം ജ്ഞേയാഭിന്നേന സമ്പുദ്ധ തം വന്ദേ ദ്വിപദാം വരം. അറിയുന്ന ആള് ആകാശകൽപ്പനാണ്, അറിയപ്പെടുന്ന വസ്തു ആകാശകൽപ്പമാണ്, അറിവും ആകാശകൽപ്പമാണ്. The knower becomes infinite, the knowledge is infinite, and the object is infinite. പ്രമാണം, പ്രമേയം, പ്രമാതാവ് ഒക്കെ പോയി ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം. അപ്പൊ അതാണ് ഇവിടെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞത്. സംസാരമായാവൃക്ഷം അശ്വത്ഥാഖ്യം അധിക്രാന്തഹം സംസാര വൃക്ഷബീജഭൂതാദപിച്ച ഉത്തമ ഉത്കൃഷ്ടതമ ഊർധ്വതമോ വാ.
ഭവാമി ലോകേ വേദേ ച പ്രഥിതഃ പ്രഖ്യാതഃ പുരുഷോത്തമൈതി ഏവം മാം ഭക്തജനാഃ വിദുഃ. കവയഃ കാവ്യാദിഷു ച ഇദം നാമ നിബധ്നന്തി പുരുഷോത്തമൈതി അനേന അഭിധാനേന അഭിഗൃണന്തി. അപ്പോ ലോകത്തിലും നമ്മൾ ഭഗവാൻ ഭഗവാൻ എന്ന് പറയണു, ഈശ്വരൻ എന്ന് പറയണു. അപ്പൊ അറിഞ്ഞിട്ടല്ലല്ലോ പറയണത്. വേദത്തിലും പുരുഷോത്തമൻ എന്ന് പറയണു. ആ പുരുഷോത്തമൻ ലോകത്തിന്റെ ഒരു ദോഷം കൊണ്ടും സംസ്പൃഷ്ടനായൊരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ശരീരത്തോടെ ഇരിക്കുന്ന മഹാപുരുഷന്മാരെ സമീപിച്ച് ജ്ഞാനം നേടണം, അവരിൽ നിന്നും ഉപദേശം സ്വീകരിക്കാം. അവര് നടമാടുന്ന ഈശ്വര സ്വരൂപികളാണ്. പക്ഷേ അവരുടെ ശരീരം നടമാടുന്ന ഈശ്വര സ്വരൂപമല്ല. അവരുടെ ശരീരം ആ ഫോം അല്ല. ആ ഫോമിന്റെ ഉള്ളിൽ കൂടെ, ആ രൂപത്തിന്റെ ഉള്ളിൽ കൂടെ അഖണ്ഡത്തിനെ കാണാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾക്ക് വ്യക്തി ആരാധന എന്നുള്ളത് സനാതനധർമ്മമല്ല. വ്യക്തികളുണ്ട്. ഇപ്പൊ മഹാത്മാക്കളൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ, രമണ ഭഗവാൻ, ശങ്കരാചാര്യർ, നാരായണ ഗുരുദേവൻ, എത്രയോ മഹാത്മാക്കൾ വന്നു. പക്ഷെ ഈ മഹാത്മാക്കളെ ആരാധിക്കുക എന്നുള്ളൊരു സമ്പ്രദായം നമുക്ക് ഋഷി ആരാധനയാണത്. അത് ഋഷിഭക്തിയാണ്, ഋഷികളോടുള്ള ഭക്തി. അവർ വഴി കാണുക. പക്ഷെ മുഖ്യമായ ആരാധന എവിടെയാന്ന് വെച്ചാൽ അന്തര്യാമിയായ അവർ കാണിച്ചു തന്ന വസ്തുവിനെ നമ്മൾ സാക്ഷാത്തായി അറിയണം, അനുഭവിക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ആരാധിക്കാതെ വയ്യ. അപ്പൊ ശാസ്ത്രം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലൗകികമായി മൂർത്തികളെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. ശിവലിംഗം, സാളഗ്രാമം, ചതുർഭുജമൂർത്തി, ലോകസാമാന്യമല്ലാത്ത മൂർത്തി. മഹാപുരുഷന്മാരും അവരാരാധിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് 60 വയസ്സിലെടുത്ത ഫോട്ടോ ആണ്, ഇത് 40 വയസ്സിലെടുത്ത ഫോട്ടോ ആണ്. ഇപ്പൊ രമണാശ്രമത്തിൽ തന്നെ എങ്ങനെ ഉണ്ടായി? ഭഗവാന്റെ നിർവാണ റൂമില് ഭഗവാൻ ക്യാൻസറായിട്ട് വയ്യാത്ത ഫോട്ടോ വെച്ചിരുന്നു. ഞാൻ പതുക്കെ ചെന്ന് പറഞ്ഞു, ഇതൊന്നും എടുത്തു മാറ്റിക്കൂ, ഇത് നമ്മളുടെ ശാസ്ത്രവിരുദ്ധമായ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ അറിവില്ലാത്തവരുടെ ഉള്ളിലെ ഇത് ബാധിക്കും. അവർക്ക് ഇത് ആത്മാ ചൈതന്യമൊന്നും അറിയില്ല. ദേ വോണ്ട് ഓൺലി സിംബൽ വിച്ച് ഈസ് ദ സിംബൽ ഓഫ് ഇൻഫിനിറ്റി, സിംബൽ ഓഫ് ഡിവിനിറ്റി, അത്രയേ ഉള്ളൂ. അവിടെ പോയിട്ട് ഇത് ക്യാൻസർ ആയിട്ട് കിടക്കണു, ഇതൊക്കെ ഓരോരുത്തരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ചെറിയ കൊച്ചുകുട്ടികളൊക്കെ കാണും, ഇതൊക്കെ എന്താ സൂക്കേട് വന്നിരിക്കണോ എന്ന് ചോദിക്കും അല്ലേ. അപ്പോ അതുകൊണ്ട് കേരളത്തില് ഇവിടെ വാസ്തുശാസ്ത്രപ്പടി കൃഷ്ണനെ പോലും പ്രതിഷ്ഠിക്കില്ല. നിങ്ങള് പഴയ അമ്പലങ്ങൾ നോക്കിക്കോളൂ, വിഷ്ണുവെ പ്രതിഷ്ഠിക്കുള്ളൂ. അവതാര രൂപത്തിൽ പോലും ഭഗവാനെ പ്രതിഷ്ഠിക്കില്ല. ചതുർഭുജമൂർത്തിയായിട്ടേ പ്രതിഷ്ഠിക്കുള്ളൂ. പിന്നെ സാളഗ്രാമം, ശിവലിംഗം, ആരാധനാ രൂപങ്ങൾ സാളഗ്രാമം, ശിവലിംഗം ഒക്കെ. എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്കവിടെ പൂർണ്ണത്വത്തിനെ വളരെ ഈസി ആയിട്ട് ആരോപണം ചെയ്യാൻ പറ്റും. വ്യക്തിരൂപത്തിലാവുമ്പോ നമ്മളുടെ ശരീരാഭിമാനം നമുക്കുള്ളത് കൊണ്ട് അവര് അഖണ്ഡ പൂർണ്ണ വസ്തുക്കളാണെങ്കിലും അങ്ങനെ കാണാനുള്ള ഒരു വിഷമുണ്ട്. പക്ഷെ അതേസമയം അത് ആരാധ്യമല്ലാന്നൊന്നും അർത്ഥമല്ല കേട്ടോ. ഇപ്പൊ മഹർഷിയുടെ പടം, രാമകൃഷ്ണ പരമഹംസരുടെ ഫോട്ടോ, ഇതൊക്കെ കാണുമ്പോൾ അത് ചൈതന്യത്തിന്റെ സ്വരൂപമാണ്. സാധകന്മാർക്ക്, ഉത്തമ മുമുക്ഷുക്കൾക്ക് അത് കാണുന്ന മാത്രത്തിൽ അവരുടെ ഉള്ളിൽ സ്ഫൂർത്തിയും ശാന്തിയും ഒരു ജീവൻ മുക്തന്റെ ദർശനമൊക്കെ വളരെ വിശിഷ്ടാണ്. അതുകൊണ്ട് അതൊക്കെ അതിനെ നിഷേധിക്കല്ല. പക്ഷെ ആരാധിക്കാൻ ഒരു അമ്പലം, മൂർത്തി, ഉപാസനാവിശിഷ്ടം എന്നൊക്കെ വരുന്ന സമയത്ത് അതിന് ഒരു സിമ്പൽ നമുക്ക് വേണം. അതുപോലെ ഒരു മൂർത്തിയെ ആരാധിക്കുമ്പോ വേദാന്ത സമ്പ്രദായം എന്താന്ന് വെച്ചപ്പോ വിഷ്ണുവിനെ ആരാധിക്കുമ്പോഴും ആരാധിച്ചു കഴിഞ്ഞാലും വിഷ്ണു വൈകുണ്ഠത്തിലിരിക്കുന്ന വിഷ്ണുവായിട്ട് ആരാധിക്കുന്നത് വൈഷ്ണവമാണ്. വേദാന്തത്തിൽ ആരാധിക്കുമ്പോ വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം സുമാന്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ, അങ്ങനെ ആരാധിക്കുള്ളൂ. ഔപനിഷത് സദൃശമായ സ്വരൂപലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ആ ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കും. എന്തിനാന്ന് വെച്ചാൽ ആ രൂപത്തിനെ ഭക്തിയോടെ ആരാധിച്ചുകൊണ്ട് തന്നെ അത് പരമാത്മസ്വരൂപമാണെന്നുള്ളൊരു അനുഭവം ഇവന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോ സാധാരണ രൂപങ്ങളെ കാണുമ്പോഴും അത് വരും. അതിനാണ് ഉപാസനയുടെ ബലം. ഏതൊരു മൂർത്തി ആരാധിച്ച ഹൃദയത്തില് അഖണ്ഡമായി ജ്ഞാനസ്വരൂപമായി ഭഗവാനെ ഹൃദയത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിലും അത് കാണും. ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലായിടത്തും കാണും.
മനസ്സിന്റെ സ്വഭാവം അങ്ങനെ കാണലാക്കി കഴിഞ്ഞാൽ മനസ്സ് പിന്നെ എല്ലായിടത്തും അത് കണ്ടു തുടങ്ങും. അപ്പൊ അതിനുവേണ്ടി ഭഗവാനെ ജ്ഞാനസ്വരൂപം, ഗുരുവിനെ അങ്ങനെ കാണുന്നതാണ് അല്ലേ. ഇപ്പൊ ശങ്കരാചാര്യര് ഭാഷ്യമെടുത്ത് നോക്കൂ നിങ്ങൾ, നിർഗുണമായ ബ്രഹ്മമാണ്. നമ്മൾ പറയണു അദ്ദേഹം കാലടിയിൽ ജനിച്ചു, നമ്പൂതിരിയാണ്, അച്ഛൻ ശിവഗുരുവാണ്, അമ്മ ആര്യാമ്പാദേവിയാണ് എന്നൊക്കെ നമ്മൾ പറയണു. പക്ഷേ ശങ്കരാചാര്യരുടെ ഒറിജിനൽ വർക്ക്സ് ഭാഷ്യം എടുത്തു നോക്കിയാൽ അദ്ദേഹം കേരളം എന്നൊരു സ്ഥലമേ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെപ്പാടി മിണ്ടിയിരിക്കുന്നത് കാശി, പാടലിപുത്രം, ഗാന്ധാരം, ഹരിദ്വാരം, ഇങ്ങനത്തെ വടക്ക് ദിക്കിലുള്ള ചില 3-4 സ്ഥലങ്ങളുടെ പേര് ഭാഷ്യത്തിൽ അവിടെ കാണുന്നതല്ലാതെ കേരളമോ ദ്രവിഡം എന്നൊരു പേരൊക്കെ ഉപയോഗിക്കേണ്ടതെന്നല്ലാതെ ദ്രവിഡദേശം, ഇതൊക്കെ ദ്രവിഡാണ്. ഈ സ്ഥലമൊക്കെ നമുക്ക് ദ്രവിഡാണ്. പഞ്ചദ്രാവിഡം എന്ന് പറയും. ഗുർജരം, കർണാടകം, ആന്ധ്രം, മഹാരാഷ്ട്രം, ദ്രവിഡം, ഇതാണ് പഞ്ചദ്രാവിഡം. വിന്ധ്യന് അപ്പുറം പോയാൽ പഞ്ചഗൗഢം, ഗൗഢം, സാരസ്വതം, ഉത്കലം, മൈഥിലം, ഗൗഡം, സാരസ്വതം, ഉത്കരം, മൈഥിലം, ഇനി ഒന്നും കൂടെ ഉണ്ട്, ഇപ്പൊ ഞാൻ ഓർമ്മ വിട്ടുപോയി. ഈ പഞ്ചഗൗഢം, വിന്ധ്യനപ്പുറം പഞ്ചഗൗഢം, വിന്ധ്യനിപ്പുറം പഞ്ചദ്രാവിഡം. അല്ലാതെ ദ്രാവിഡം, ആര്യം എന്ന് പറഞ്ഞൊന്നും പേരില്ല. വെള്ളക്കാരൻ വന്ന് ഇവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുകയാണ് ആര്യൻ, ദ്രാവിഡൻ ഓപ്പോസിറ്റ് ആര്യൻ. അപ്പോ കേരളത്തിലും തമിഴ്നാട്ടിലും കുറെ ആളുകൾ പറഞ്ഞു ഞങ്ങളൊക്കെ ദ്രാവിഡരാണ്, കുറെ ആളുകളൊക്കെ ആര്യൻ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആര്യൻ എന്ന് പറഞ്ഞാൽ ശുദ്ധൻ എന്നർത്ഥം. ആര്യൻ എന്ന് വെച്ചാൽ നല്ല സംസ്കാരമുള്ളവൻ എന്നർത്ഥം. അപ്പോ ഞങ്ങള് ആര്യനല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസ്കാരം ഇല്ലാത്തവരാണെന്ന് ഇങ്ങനെ സ്വയം വിളിച്ചു പറയണോ? വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ ഈ കേരളക്കാരൊന്നും ആര്യന്മാരല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ അറിയാം, എല്ലാവർക്കും അറിയാം. അതിപ്പോ നമ്മൾ വെറുതെ വിളിച്ചു കൂവിയിട്ട് മോശമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അനാര്യദുഷ്ടം, അസ്വർഗ്യം, അകീർത്തികരം അർജുന എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അത് നമ്മളെ ചീത്ത പറയണതാക്കണോ അങ്ങനെ? അപ്പൊ ആര്യം എന്നുള്ള ശബ്ദം നോക്കൂ. ആദ്യം ഈ ഹിസ്റ്ററി പുസ്തകമൊക്കെ എടുത്ത് അടുത്ത പൊട്ടക്കിണറ്റിലിടൂ. ഇംഗ്ലീഷുകാരൻ എഴുതിയ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ പഴഞ്ചന്മാരല്ലേ, നമ്മൾ ശാസ്ത്രമൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. എങ്ങനെയാ പഞ്ചഗൗഢം, പഞ്ചദ്രാവിഡം, ഗൗഡപാദാചാര്യർ എന്നാണ് ശങ്കരാചാര്യരുടെ പരമഗുരുവിനെ പറയണത്, ആചാര്യസ്വാമി അല്ലേ. ശങ്കരാചാര്യരെ സുരേശ്വരനും മറ്റുമൊക്കെ വിശേഷിപ്പിക്കുന്ന ദ്രാവിഡാചാര്യ എന്ന്. അപ്പോ ശങ്കരാചാര്യർ ആര്യനല്ല എന്നാവോ? ദ്രാവിഡാചാര്യ, സുരേശ്വരനും ത്രോടകാചാര്യരും ഒക്കെ അസ്മദ് ദ്രാവിഡോപി ആചാര്യ പൂജ്യപാദാഹ എന്നൊക്കെ. അപ്പൊ ആചാര്യസ്വാമിയെ ദ്രാവിഡൻ എന്നാണ് വിളിക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് ഇങ്ങടേക്കൊക്കെ ദ്രാവിഡാണ്, ഇന്ത്യൻ അപ്പുറം ഒക്കെ ഗൗഡമാണ്. അപ്പൊ അങ്ങോട്ട് പോയാൽ ഗൗഡനും ഇങ്ങോട്ട് പോയാൽ ദ്രാവിഡനും. എങ്ങനെയാണ് അതിപ്പോ സാന്ദർഭികമായിട്ട് ഞാൻ പറയണു, അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ചേർന്നിട്ട് ഒരു നുണ എഴുതി വെച്ചാൽ അത് സത്യവും. അതാണ് വിദ്യാഭ്യാസം. ആ പുസ്തകം നമ്മൾ കാണാപാഠം പഠിക്കും. എന്തൊക്കെയാ പഠിക്കണത് അറിയോ കുട്ടികളെ? ആ പാഠപുസ്തകമൊക്കെ എടുത്തു നോക്കിയാൽ നല്ല തമാശ. രാവിലെ എണീറ്റ് ഇതൊക്കെ തലയിലെഴുത്താണോ ഈ പിള്ളേർക്ക് പഠിക്കാനും തോന്നും. ഒരു പ്രയോജനമില്ല, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത കുറെ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ഉള്ള കാര്യങ്ങൾ. അപ്പോട്ടെ, നമുക്ക് വിഷയമില്ല. അപ്പോ പുരുഷോത്തമൻ എന്ന് പറയണത് ആണ് നമുക്കിപ്പോ വിഷയം. അതിലിപ്പോ എന്തിനാ ആര്യൻ ദ്രാവിഡം എന്ന് പറഞ്ഞത്? ദ്രാവിഡം എന്നൊക്കെ പറഞ്ഞത് എന്തിനാ? ഗൗഢം ദ്രാവിഡം എന്നൊക്കെ പറഞ്ഞത് ശങ്കരാചാര്യരൊക്കെ. ശങ്കരാചാര്യര് ഈ മാതിരി 2 വിധത്തിലാണ് പറയണത് ഭാരതത്തില്. അപ്പോ ദ്രാവിഡം എന്നാണ് ഇങ്ങടയ്ക്ക്. ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ കേരളം തമിഴ്നാട്ടിൽ തന്നെ ചേർന്നതാ. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നു. ബാക്കി ആന്ധ്രം, കർണാടകം, ഗുർജരം, മഹാരാഷ്ട്രം എന്നാണ്. അപ്പോ പോട്ടെ, അതില് ശങ്കരാചാര്യരുടെ ഭാഷ്യം മുഴുവൻ നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു പേഴ്സണാലിറ്റിയേ ഇല്ല. അദ്ദേഹത്തിന്റെ ഗുരു ഗോവിന്ദ ഭഗവത് പാദാചാര്യരെ
നമ്മളൊരു ഗുരുവിനെ വർണ്ണിക്കുമ്പോൾ ഗുരുവിന് താടി ഉണ്ടായിരുന്നോ, വെളുത്ത ആളാണോ, കറുത്ത ആളാണോ, വലുതൊക്കെ പറയണ്ടേ? അപ്പോ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത് സർവവേദാന്ത സിദ്ധാന്ത ഗോചരം. ആരാണ് ഈ ഗോവിന്ദ ഭഗവത് പാദാചാര്യർ? റിസർച്ച് സ്കോളേഴ്സ് പഴയ കൃതികളിൽ നിന്ന് എടുത്തിട്ടാണ് വ്യക്തികളെ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഈ ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദ ഭഗവത് പാദരായിരുന്നു. അപ്പൊ ഈ ഗോവിന്ദ ഭഗവത് പാദർ ആരായിരുന്നു? ശങ്കരാചാര്യരോട് ചോദിച്ചാൽ ശങ്കരാചാര്യർ പറയണത് സർവവേദാന്ത സിദ്ധാന്ത ഗോചരം. ഉപനിഷത്തുകൾ മുഴുവൻ കടഞ്ഞെടുത്താൽ അതിന്റെ അദ്വൈത സിദ്ധാന്തം ഉണ്ടല്ലോ, അതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു പൊരുളായിരുന്നു ഈ ഗോവിന്ദ ഭഗവത് പാദാചാര്യർ. എന്നാലായി നിങ്ങൾ കണ്ടില്ലേ അദ്ദേഹത്തിന് അഗോചരം, ഇന്ദ്രിയവേദ്യമായ വസ്തുവല്ലാണ്. പിന്നെ നിങ്ങൾ ഈ ഗോവിന്ദൻ ആരാണ്? ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മി. ഈ ഗോവിന്ദൻ ആരാണ്? പരമാനന്ദമായ ബ്രഹ്മവസ്തുവാണ് എന്റെ ഗുരു ഗോവിന്ദ ഭഗവത് പാദം. അപ്പൊ ഗുരുവിനെ വ്യക്തിയായിട്ട് കാണുമ്പോൾ നമ്മൾ വ്യക്തിയായിട്ടിരിക്കും. നമ്മളുടെ ഉപാസനാമൂർത്തിയാണല്ലോ ഗുരു. അപ്പൊ ഗുരുവിനെ വ്യക്തിയായിട്ടല്ല കാണുന്നത്, അഖണ്ഡാകാര പൂർണ്ണ വസ്തുവായിട്ട് ജനിച്ച് മരിച്ച ഒരു നമ്മളെ പോലെ ഒരു ശരീരമായിട്ടല്ല. അതുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ അതൊക്കെ ആരോപിക്കാൻ പറ്റണം ഗുരുവിന്റെ അടുത്ത്. ഗുരുവെ വ്യക്തിയായിട്ട് കാണുമ്പോൾ നമ്മൾ ബന്ധത്തിൽ കുടുങ്ങും, അല്ലേ? അതാണ് ശാസ്ത്രങ്ങൾ ഒരുപാട് നിഷ്കർഷകൾ വെച്ചതിൽ വേദാന്ത ശാസ്ത്രത്തിന്റെ നിഷ്കർഷയാണ് ഗുരുവിനെ വ്യക്തിയായിട്ട് കാണാൻ പാടില്ല. ഗുരുവിനെ നിങ്ങൾ ഉപാസിക്കുന്ന ചൈതന്യമായ ആത്മാവായിട്ട് തന്നെ ഗുരുവിനെ കാണണം. അതുകൊണ്ടൊക്കെ തന്നെ ഗുരുവിന്റെ അടുത്ത് വളരെ അടുത്തിടപഴകുകയോ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് അറിയുകയോ വ്യവഹരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ. കാരണം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ വരുവേ. അവർക്ക് കുടുംബമുണ്ടോ, അവർ പൂർവ്വ ആശ്രമത്തിൽ ആരായിരുന്നു, അവരെവിടെ ജനിച്ചു, അവർക്ക് എന്തൊക്കെ വർത്തമാനങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അറിയൂ. പതുക്കെ 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 അവരിൽ നിന്ന് കിട്ടുന്ന വിദ്യ, ജ്ഞാനത്തിന്റെ സ്വരൂപം നിങ്ങളിൽ കുറഞ്ഞു 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 വരും. അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം ഉണ്ടല്ലോ, ആ ജ്ഞാനമാണ് അവരുടെ സ്വരൂപം. നിങ്ങൾ അവരുടെ ശരീരത്തിന്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾ ആരായാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തിന് പകരം അവരുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അവരെവിടുന്ന് സന്യാസം എടുത്തു, ഏത് ആശ്രമത്തിൽ ചേർന്നതാണ്, ഏത് പരമ്പരയാണ്, ഇങ്ങനെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് പോയാൽ അവരേത് സ്ഥലത്തിൽ ജനിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ. അതുകൊണ്ടാണ് പലപ്പോഴും മഹാത്മാക്കള് ഒരു തരത്തിൽ അത് ഒരു ഒന്നും വെളിയിൽ വിടാത്ത രീതിയിൽ ഇരിക്കണത്. അവരെവിടുന്ന് വന്നു ചിലരൊന്നും ആർക്കും അറിയില്ല, അല്ലേ? ഇപ്പൊ ശിരഡി ബാബാവിന്റെ ജീവചരിത്രം എഴുതാൻ പുറപ്പെട്ടിട്ട് ആളുകൾ വെറുതെ അവർക്ക് തോന്നണമൊക്കെ എഴുതാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞു കൊടുത്തില്ല, എവിടുന്ന് വന്നു എന്താ ഒന്നും ആർക്കും അറിയില്ല. രമണ മഹർഷിയുടെ പലതും അറിയില്ല. ഈ ജീവചരിത്രം എഴുതണമൊക്കെ ഇപ്പോഴാണ്. അവരൊക്കെ മറച്ചു വെക്കുകയാണ്. ഉപനിഷത്ത് ഋഷികളൊക്കെ ആരായിരുന്നു വല്ലതും അറിയോ? വ്യാസഭഗവാനെ കുറിച്ച് എന്താ അറിയാം? നിങ്ങൾ അറിയാൻ പോയാൽ വിഷമാവും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. മഹാഭാരതത്തിൽ ചെന്ന് വ്യാസൻ ആരാണെന്ന് അന്വേഷിച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന കഥകൾ അങ്ങനെയൊക്കെയാണ്. വ്യാസൻ ആരാണെന്ന് വെച്ചാൽ വ്യാസനെ കുറിച്ച് ശിഷ്യന്മാർ കുറച്ചൊക്കെ എഴുതി. വൈശമ്പായനൻ വ്യാസനെ കണ്ടുകൊണ്ട് എഴുതുന്നുണ്ട്, അഭ്രശ്യാമ പിംഗജടാബദ്ധ കലാപ പ്രാംശുർദണ്ഡി കൃഷ്ണമൃഗത്വക് പരിധാന. വ്യാസൻ എങ്ങനെ ഇരിക്കണമെന്നാണ്? നല്ല കറുത്ത്, നല്ല കാർമേഘം പോലെ കറുത്ത രൂപം, ചെമ്പിച്ച തലമുടി, പിംഗജടാബദ്ധ കലാപ, നല്ല ഉയർന്ന ആൾ, പ്രാംശു ദണ്ഡി കൃഷ്ണമൃഗത്വക് പരിധാന, സാക്ഷാത് ലോകാൻ പാവയമാന. തന്റെ സാന്നിധ്യം കൊണ്ട് ലോകം മുഴുവൻ പവിത്രീകരിക്കണ പാരാശര്യം പർവസ്വരൂപം വിവൃണോതു എന്ന് പറഞ്ഞ് നമസ്കരിച്ചുകൊണ്ടാണ് വൈശമ്പായനൻ തതോ ജയമാരഭേത് എന്ന് തുടങ്ങണത് ഭാരതം. അപ്പോ വ്യാസഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. വ്യാസൻ എങ്ങനെയുണ്ടായിരുന്നു എന്നൊരു ഫാം ചോദിച്ചാലും അപ്പോ അതാണ് പറയണത്. അയ്യേ, നമ്മളൊക്കെ ജ്ഞാനി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ചിത്രീകരിച്ചിട്ട് വ്യാസൻ ചിലപ്പോ ഇതിൽ വന്നിരുന്നല്ലേ, ഏതാണോ വ്യാസൻ ചോദിക്കുന്നത്. എന്താണെന്ന് നമ്മൾക്ക് സിനിമയൊക്കെ കണ്ടിട്ടാണ് പഴക്കേ. അതില് വളരെ ഗംഭീരായിട്ട് ഈ ഡ്രാമയിൽ ഇടുന്ന പോലെയൊന്നും ഒറിജിനൽ ആളുകൾക്ക് പറ്റില്ല. അവര് റിഹേഴ്സൽ ഒന്നും ചെയ്യില്ലല്ലോ. ഡ്രാമക്കാർ നല്ലവണ്ണം റിഹേഴ്സൽ. ജ്ഞാനികൾക്ക് ഇതിനാ റിഹേഴ്സൽ. അപ്പോ അവര് പൂർണ്ണ വസ്തുക്കളാണ്.
പുരുഷോത്തമൻ എന്ന് വെച്ചാൽ അവിടെ പ്രഥമ പുരുഷനോ മധ്യമ പുരുഷനോ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒന്നുമില്ലാത്തൊരു പേഴ്സണാണ് പുരുഷോത്തമൻ. നിങ്ങളുടെ ഉള്ളില് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒന്നുമില്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരായി. അതോസ്മി ലോകേ വേദേച പ്രതിതഃ പുരുഷോത്തമ. ഇങ്ങനെയാണ് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ സ്വരൂപം. ഇങ്ങനെ നിങ്ങള് ഗീതാശ്രവണം ചെയ്ത് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തീരുമാനിച്ചു പോയാൽ മനസ്സിലാവാനുള്ള ആരംഭമായി എന്നർത്ഥം. ഇടുന്ന് തൊട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോ എന്തോന്ന് ഒരു ജപം, ധ്യാനം, പ്രാണായാമം, ഒരു കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ ഉള്ളിലൊരു ലൈറ്റ് അറിയും, അതോടുകൂടെ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ച് എളുപ്പമായിട്ട് ഇരിക്കുമ്പോഴാണ്. അപ്പോ നോക്കൂ, അടുത്ത ശ്ലോകം. യോ മാമേവം അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവം അസമ്മൂഢോ ജാനാതി. മൂഢൻ എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കുന്നുണ്ട്. അസമ്മൂഢ, മൂഢനല്ലാത്തവൻ, ജ്ഞാനി ആരാണ് അവൻ? ജാനാതി, അറിയണു, എന്നെ അറിയണു. എങ്ങനെ അറിയണു? പുരുഷോത്തമനായിട്ട് അറിയണു. അറിഞ്ഞു കഴിഞ്ഞാലോ സർവവിദ്, അവൻ എല്ലാം അറിയണവനാണ്. സ്വർണത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കൊണ്ട് വള, മാല, മോതിരം, കിരീടം, കങ്കണം എന്തുണ്ടാക്കിയാലും ഒക്കെ സ്വർണം തന്നെ അല്ലേ? അത് മാലയാണ്, വളയാണ്, മോതിരമാണ്, ഇത് ഇന്ന പർട്ടിക്കുലർ പാറ്റേണിലുള്ളത്, അത് വല്ലതൊക്കെ അയാൾക്ക് നോക്കണം, അത് സ്വർണ്ണമാണ്, അത്രയേ ഉള്ളൂ. അത് ഉരുക്കി കഴിഞ്ഞാൽ സ്വർണം മാത്രമാണ്. ഈവൻ കനകൈക മഹാബുദ്ധി. അതുപോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മൂലമായ ആധാരമായ ഒരു പൊരുളിനെ അറിഞ്ഞു കഴിഞ്ഞവൻ സർവവിത്താണ്. അത് സ്വർണമാണെന്നുള്ളതാണ് സത്യം. അത് വളയാണോ, മാലയാണോ, മൂക്കുത്തിയാണോ, തോടാണോ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ കൽപ്പനയാണ്. സ്വർണത്തിനെ നാമരൂപങ്ങൾ കൊണ്ട് നിങ്ങൾ വ്യവഹാരാർത്ഥം പലതാക്കി മാറ്റണു. തട്ടാനെ സംബന്ധിച്ചിടത്തോളം സ്വർണം മാത്രമാണ്, കള്ളനെ സംബന്ധിച്ചിടത്തോളം സ്വർണം മാത്രമാണ് അല്ലേ? അയാൾ സ്വർണം എന്നേ നോക്കുള്ളൂ. അപ്പോ അതുപോലെ ഭഗവാൻ എന്ന് കാണുന്നവന് ഭഗവാനേ ഉള്ളൂ, പ്രപഞ്ചമില്ല, ഞാൻ, നീ, അവനൊന്നുമില്ല. പ്രപഞ്ചം ഇത് അതെന്ന് കാണുന്നവന് ഭഗവാനില്ല. ഭഗവാൻ എന്ന് കണ്ടാ പ്രപഞ്ചമില്ല, പ്രപഞ്ചം എന്ന് കണ്ടാ ഭഗവാനില്ല. മരത്തെ മറൈത്തത് മാമதை யானை, മരത്തിൽ മറൈந்தது മാമதை யானை, பரத்தை மறைத்தது பார்முதற் பூதம், பரத்தில் மறைந்தது பார்முதற் பூதமே. திருமூலர் திருமந்திரம் ஒரு பாட்டு. ஒரு மரத்தால ஒரு யானை பண்ணி ஒரு குழந்தை விளையாடிட்டு இருக்கு. அந்த குழந்தைக்கு அது யானை தான். அது என்ன மரம் பார்க்கல. ஒரு ஆசாரி வந்து அதை ஸ்கிராச் பண்ணி பார்க்கிறார், இது தேக்கா வீட்டியா, அவனுக்கு யானைங்கிற நினைப்பே இல்லை. அது யானைன்னு பார்த்தோன்னா மரத்தை மறைத்தது மாமதை யானை, அது மரம்னு பார்த்தோன்னா மரத்தில் மறைந்தது மாமதை யானை, பரத்தை மறைத்தது பார்முதற் பூதம். இதுல யானைய மாத்தாமையே யானை தேக்கு வீட்டின்னு தான் பார்க்கிறான். யானையோட ரூபம் அப்படியே இருக்கு. அந்த மாதிரி பிரபஞ்சம் மரம், கல்லு, மண்ணு, ஆகாசம், பூமியா இருக்கு. ஆனா ஞானிக்கு வந்து இது ஆகாசம், பூமி, ஜலம், கல்லு, மண்ணு, தீங்கிற பிரமை போய் இது பரமாத்ம சரீரமாவே தெரியறது. தெரியறதுன்னா அதுதான் வாஸ்தவம். அது ஒரு ஸ்பெஷல் விஷன் இல்ல, இது பகவான்ங்கிறது தான் சத்தியம். இது தேக்கு, இது புளி, இது தென்னை மரம், மாமரம்ங்கிறது உன்னோட விவகார கல்பனை. கம் வாயும் அக்னிம் சலிலம் மஹிம்ச ज्योतिंषि सत्वानि दिशो द्रुमादीन् सरित् समुद्रांश हरेः शरीरम् यत्किञ्च भूतम् प्रणमेद् अनन्यः. अनन्यः प्रणमेद्. എങ്ങനെ നമസ്കരിക്കും? അനന്യഹ, എല്ലാത്തിനോടുമായി ഒന്നായി തരുന്നാൽ പിന്നെ നമസ്കരിക്കാനൊന്നുമില്ല. സകലതും ആത്മാവാണെന്ന് അറിഞ്ഞു,
ആത്മാവാണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ദർശനമല്ല, ആത്മാവാണ്. ആത്മാവല്ല എന്നുള്ള തോന്നൽ മാറി. സർവം ഭവതി എന്ന് ശ്രുതി പറഞ്ഞു. സർവം ഭവതി എന്ന് വെച്ചാൽ ജ്ഞാനി ഈ സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ പെട്ടെന്ന് സർവം ആയോ? ഒരു ആളുകൾക്ക് ഭാവന എങ്ങനെയാണ്, ഒരാളിന്റെ ചുവട്ടിൽ ഇരുന്നാൽ ഒരു പൗർണമി ദിവസം പുറകുവശത്തൊരു ലൈറ്റ് വരും, അപ്പൊ അയാൾ പെട്ടെന്ന് സർവമായി. അങ്ങനെയാണോ എന്ന് വെച്ചാൽ ആചാര്യസ്വാമി പറയണു, അങ്ങനെയല്ല, താൻ അസർവമാണെന്നുള്ള ഭ്രമം അയാളെ വിട്ടുപോയി എന്നാണ്. സർവമാണെന്നുള്ളത് സത്യമാണ്, അത് നിത്യസിദ്ധമായ വസ്തുതയാണ്. അതിൽ അസർവത്വ ഭ്രാന്തി പോയി. താൻ സർവമല്ല എന്നുള്ള തോന്നൽ പോയി. സർവം എന്നുള്ളത് അവിടെ ഉണ്ട്, സർവജ്ഞത്വം അവിടെയുണ്ട്, സർവത്വം അവിടെയുണ്ട്. അത് നമ്മളുടെ സ്വരൂപമല്ല, ആ സത്തയുടെ സ്വരൂപമാണ്. ഞാൻ ഈ ക്ഷരപുരുഷനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണോ അഥവാ പുരുഷോത്തമനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണോ എന്നുള്ളതിലാണ് എന്റെ വ്യത്യാസം. എന്റെ ശ്രദ്ധ ഷിഫ്റ്റായി എന്റെ വ്യക്തിത്വത്തിൽ നിന്നും ആ അഖണ്ഡമായി ഈശ്വരനിലേക്ക് ശ്രദ്ധ മാറിയതോടുകൂടെ സർവം അവിടെ ഉണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമി പറഞ്ഞു, ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആര് മനനം ചെയ്ത് നല്ലവണ്ണം അറിയണോ അവൻ ഈശ്വരത്വം വരും, സർവജ്ഞത്വം വരും, അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ തന്നെ വേണമെങ്കിൽ വരും എന്ന് പറഞ്ഞു. സർവാത്മത്വ മഹാവിഭൂതി സഹിതം സ്യാദ് ഈശ്വരത്വം സ്വതഃ സിദ്ധ്യേത് പുനരഷ്ടധാ പരിണതം ച ഐശ്വര്യം അവ്യാഹതം. ഒരു വിഘ്നവുമില്ലാതെ ഈശ്വരന്റെ ഈശ്വരത്വത്തിന് എങ്ങനെ പ്രതിബന്ധമില്ലയോ അതുപോലെ തത്വജ്ഞാനം ഉണ്ടായ ജ്ഞാനിയുടെ ഈശ്വരത്വത്തിനും പ്രതിബന്ധമില്ലാത്ത ഈശ്വരത്വം വരും. അങ്ങനെ വരുമെങ്കിൽ ഇപ്പൊ ജ്ഞാനികളൊന്നും ഈശ്വരന്മാരായിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങൾ ജ്ഞാനികളെ കാണുന്നില്ലല്ലോ, ജ്ഞാനികളെ കാണുന്നുണ്ടല്ലോ എത്ര പേര്. അത് നിങ്ങൾ അവരുടെ ശരീരത്തിനല്ലേ കാണുന്നത്. ജ്ഞാനി എന്ന് പറയണത് ഈ പുരുഷോത്തമനാണ്, ഭഗവാനാണ്. ഈ ജ്ഞാനി എന്ന് പറയുന്ന ആള് അയാളുടെ സെന്റർ അവിടെ പോയി. നിങ്ങള് ബാക്കി കാണുന്നതുണ്ടത് ഒരു വിചിത്രമായ ഒരു പ്രതിഭാസമാണ്. അത് നക്ഷത്രങ്ങൾ, ഇപ്പൊ നക്ഷത്രമുണ്ട്, സൂര്യന്റെ അടുത്തുള്ള നക്ഷത്രം അതിന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വരണമെങ്കിൽ 8 വർഷമാവും അത്രേ, 4 വർഷമാവും അത്രേ. ഏറ്റവും അടുത്തുള്ള നക്ഷത്രം, മോസ്റ്റ് നിയറസ്റ്റ് സ്റ്റാർ, അതിലെ വെളിച്ചം, സൂര്യനിൽ വെളിച്ചം ഭൂമിയിൽ എത്തുന്നത് 8 മിനിറ്റ് കൊണ്ടാണ്. സൂര്യൻ ഏറ്റവും അടുത്തിരിക്കുന്ന നക്ഷത്രത്തിലെ വെളിച്ചം ഭൂമിയിലെത്താൻ 4 വർഷമാവും എന്നാണ് പറയണത്. ശരി, അങ്ങനെ കണക്ക് വെച്ചാൽ ആ നക്ഷത്രം ഇന്നത്തെ ദിവസം പൊലിഞ്ഞു പോയി എന്ന് വെച്ചോളൂ. പൊലിഞ്ഞു പോയാൽ 4 വർഷത്തേക്ക് കൂടെ നിങ്ങൾ ആ നക്ഷത്രം കാണും. പക്ഷെ അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾ അതേപടിക്ക് കാണും, അല്ലേ? അതുപോലെയാണ് ജ്ഞാനിയുടെ ശരീരവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിൽ അയാളുടെ വ്യക്തിത്വമൊന്നുമില്ല. അത് കർമ്മത്തിന്റെ വിദൂരത കൊണ്ട് നിങ്ങൾക്ക് അത് ദർശനത്തിന് വരുന്നുണ്ട്. അയാൾ അഖണ്ഡത്തിന്റെ കൂടെ ഒന്നായി. ആ അഖണ്ഡത്തില് സർവജ്ഞത്വമുണ്ട്, ഈശ്വരത്വമുണ്ട്, ഒക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കും, അത്രയേ ഉള്ളൂ. സ്യാദെന്നാണ് ആചാര്യസ്വാമി. അയാൾക്കൊന്നും വേണ്ടല്ലോ, ദർ ഈസ് നോ പേഴ്സണൽ ഡിസയർ. അതേകൊണ്ട് തന്നെ ജ്ഞാനിയുടെ ശരീരത്തിലൂടെ ഒരു ദ്വാരത്തിലൂടെ അഖണ്ഡം കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഉപനിഷത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ലൗകികമായ വല്ല ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനടുത്ത് പോയി നിന്നാൽ ചിലപ്പോഴൊക്കെ നടക്കും. എന്താന്ന് വെച്ചാൽ ഈശ്വരനാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സന്നിധിക്കുണ്ടല്ലോ അതിനുള്ള ബലമുണ്ട്. അതുകൊണ്ട് ശ്രുതി തന്നെ അത് സമ്മതിച്ചു തന്നു, ഉപനിഷത്ത് തന്നെ അത് പറഞ്ഞു. അതുകൊണ്ട് ആത്മജ്ഞം ഹി അക്ഷയത് ഭൂതികാമ, ആത്മജ്ഞാനിയുടെ അടുത്ത് ആ പവർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സോളിഡിഫൈഡ് കോൺഷ്യസ്നെസ്. അതുകൊണ്ട് അവിടെ അഭിമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈശ്വരത്വവും അഷ്ടൈശ്വര്യസ്ഥിതി. അയാൾ മെജീഷ്യനൊന്നുമല്ല, അയാളെ സിദ്ധനൊന്നുമല്ല, അദ്ദേഹത്തിന് അഹങ്കാരമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ പോയി അദ്ദേഹത്തിന് കാല് പിടിച്ചു കൊടുത്ത് കൈ പിടിച്ചു കൊടുത്ത് സ്വസ്തിയാക്കിയാൽ നല്ലത് വരുന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ തലയിലെഴുത്ത് ചിലപ്പോൾ വിപരീതമാണെങ്കിൽ വിപരീതം വന്നു എന്ന്, ഇത്ര കാലം അദ്ദേഹത്തിന്റെ പുറകെ നടന്നു, ഒന്നും നടന്നില്ല എന്ന്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഈശ്വരന്റെ പ്രസാദം ചിലപ്പോൾ അദ്ദേഹത്തിലൂടെ വരും, അത്രേ ഉള്ളൂ. ഈശ്വര കാരുണ്യം അദ്ദേഹത്തിലൂടെ വരും. എന്താണെന്ന് വെച്ചാൽ ഈശ്വരനുമായി ഒന്നായിരിക്കുന്നത് കൊണ്ട് ഈശ്വരന്റെ കാരുണ്യത്തിന് ഒരു വയർ പോലെ,
ഒരു ചാനൽ പോലെ ആ ജ്ഞാനിയുടെ വ്യക്തിത്വം ലോകത്തില് നിൽക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ജ്ഞാനി എന്ന് പറയുന്ന ഒരാളേ ഇല്ല, ജ്ഞാനമേ ഉള്ളൂ. അഭിമാനം പോയി കഴിയുമ്പോഴാണ് അയാൾ സർവവിത്ത്. അയാൾ സർവവിത്തായിട്ട് എന്ത് ചെയ്യണു? സർവഭാവേന മാം ഭജതി എന്നാണ്. എല്ലാ ഭാവത്തിലും എല്ലാരായിട്ടും എല്ലാ നാമരൂപത്തിലും ഭഗവാനെ ഭജിക്കണം. എല്ലാ രൂപത്തിലും, നല്ലവനായിട്ടും ചീത്തയായിട്ടും ഉഗ്രമായിട്ടും ശാന്തമായിട്ടും എല്ലാ ഭാവത്തിലും ഈശ്വരനെ ഭജിക്കുന്നു. അങ്ങനെയുള്ള ആ ജ്ഞാനത്തിനെ, അതീവ രഹസ്യമായ ഈ വിദ്യയെ ശാസ്ത്രം ഇവിടെ ഉപദേശിച്ചു. അസ്മിൻ അധ്യായേ ഭഗവത് തത്വജ്ഞാനം മോക്ഷഫലം ഉക്ത്വാ അഥ ഇദാനീം തത് സ്തൗതി. ഈ അധ്യായത്തില് മോക്ഷഫലമായി ഭഗവത് തത്വജ്ഞാനത്തിനെ, മോക്ഷം ആകുന്ന ഫലത്തിനെ കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ട് ഈ അധ്യായത്തിന് ഉപസംഹാരാണ്. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഗുഹ്യം എന്ന് വെച്ചാൽ സീക്രട്ട്. 9-ാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞു രാജവിദ്യ രാജഗുഹ്യം എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഗുഹ്യതമം അവസാനമാകുമ്പോഴും ഭഗവാൻ പറയുന്നത് പരമഗുഹ്യമായിട്ടുള്ളത് തനിക്ക് പറഞ്ഞു തരാം എന്ന് പറയണ്ടേ ഗീതയിൽ. അപ്പൊ ഇത് ഗുഹ്യതമം ശാസ്ത്രം, വളരെ 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 രഹസ്യമായിട്ടുള്ള സീക്രട്ടായിട്ടുള്ള ഒരു ശാസ്ത്രം അർജുന തനിക്ക് പറഞ്ഞു തന്നു ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അനഘ, നിനക്ക് പാപമൊന്നുമില്ല. പാപം ഉണ്ടെന്നുള്ള ലക്ഷണം എന്താന്ന് വെച്ചാൽ കേൾക്കാൻ പറ്റില്ല. പാപം ജ്ഞാനത്തിന് എന്ത് തടസ്സം ചെയ്യുന്ന വെച്ചാൽ ഇരിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ മെനക്കെട്ട് വിളിച്ചോണ്ട് വരും ഗീത കേൾക്കാനായിട്ട്. അവർ കുറെ നേരം ഇരിക്കും, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, അവസാനം പറയും പോവാനായോ? ഇല്ല. ഈ വിളിച്ചോണ്ട് വന്നാള് രസമായിട്ട് കേൾക്കുകയാണ്. വന്നാൾ അവസാനം ഒരു നിവൃത്തിയില്ലാതായപ്പോ അയാൾ പറയും ഞാനേ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാം, നീ വന്നോളൂ എന്ന് പറയും. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരുന്നൂടെ എന്ന് വെച്ചാൽ അത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇരിക്കാൻ, നീ വന്നോളൂ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ പ്രതിബന്ധമുണ്ട്, ശ്രവണ പ്രതിബന്ധമാണ്. അതുകൊണ്ട് ഇപ്പൊ ഭീമനോ ധർമ്മപുത്രർക്കോ പോലും ഉപദേശിക്കാൻ പറ്റില്ല എന്നാണ് ഭഗവാൻ. ധർമ്മപുത്രര് എന്താ പ്രതിബന്ധം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ധർമ്മം തന്നെ പ്രതിബന്ധമാണ്. അദ്ദേഹത്തിന് ധർമ്മത്തിനോടാണ് പ്രതിപത്തി. അർജുനന് ഭഗവാനോടാണ് പ്രതിപത്തി. അതുകൊണ്ട് ഭഗവാനോട് അർജുനനും അംശാവതാറാണ് ഭഗവാന്റെ. അർജുനൻ സാമാന്യപ്പെട്ട ആളല്ല. ഭാരതത്തിൽ പല സ്ഥലത്തും കാണാം കർണനെ അർജുനനെ ഒക്കെ സമാനം പോലെ പറയുമെങ്കിലും പല സ്ഥലങ്ങളിലും അർജുനൻ തനിച്ച് നിന്നിട്ട് കർണനടക്കം ഭീഷ്മർ ദ്രോണരടക്കം എല്ലാരെയും ജയിച്ചിട്ടുണ്ട്. വിരാട പർവ്വത്തില് അർജുനൻ വരണു ബൃഹന്നളയായിട്ട്, ആണും അല്ല പെണ്ണും അല്ല എന്നുള്ള വേഷത്തോടുകൂടെ. അപ്പോ ആണ് ഈ ഉത്തരകുമാരനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് അർജുനൻ ഇങ്ങനെ ഉത്തരകുമാരൻ ഈ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കണ്ടപ്പോ പേടിച്ച് അരണ്ടുപോയി നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അവിടെ പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഞാൻ യുദ്ധം ജയിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നതാണ്. ഇവിടെ വന്നപ്പോ അർജുനൻ ബൃഹന്നള ഈ ദാസിയാണല്ലോ, ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള വേഷമാണത്. എന്നാ പെണ്ണിന്റെ വേഷമാണ്. അപ്പോ ഈ ആൾ ഇറങ്ങി ഓടും. ഉത്തരകുമാരൻ ഈ ദ്രോണരെയും ഭീഷ്മരെയും ഒക്കെ കണ്ട് പേടിച്ചിട്ട് ഓടും. അപ്പൊ ബൃഹന്നള പുറകെ ഓടും. പുറകെ ഓടി പിടിച്ചു വലിച്ചോണ്ട് വരും. അപ്പൊ ഈ ദുര്യോധനൻ ഇവരൊക്കെ ചിരിക്കും, ഇതെന്താ അത്, ഈ വിരാടദേശത്തിന്റെ ഒരു തലയിലെഴുത്തേ, ഒരു ചെക്കൻ ഓടുന്നു, ഒരു ആണുമല്ല പെണ്ണുമല്ല എന്നൊരു സ്ത്രീ പുറകെ പോണു, വിളിച്ചുകൊണ്ട് വരുന്നു. ഒറ്റയ്ക്ക് യുദ്ധത്തിന് വന്നിരിക്കുക ദ്രോണരും ഭീഷ്മരും ഒക്കെ ഉള്ള സ്ഥലത്ത്. അപ്പൊ ദ്രോണാചാര്യർ പതുക്കെ ഭീഷ്മരെ അങ്ങോട്ട് നോക്കി, എന്നിട്ട് ഒരു ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകം ആർക്കും മനസ്സിലായില്ല. ദുര്യോധനനും ഇവർക്ക് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഗുഹ്യ ഭാഷയിൽ പറഞ്ഞു, നദീജലം കേശവനാരികേതു നഗഹ്വയോ നാമ നഗാരിസൂനു യേശോങ്കനാവേഷധര കിരീടി ജിത്വാ വയം ഗാം ച നേഷ്യതി ജിത്വാ വയം നേഷ്യതി ഗാം ച വീരഃ. ശ്ലോകം ദ്രോണരോട് പറയാ, ഭീഷ്മരോട് പറയണതാണ്. നദീജലം കേശവ നാരികേതു.
ദുര്യോധനൊന്നും മനസ്സിലായില്ല. നദീജലം എന്ന് പറഞ്ഞു, കേശവനാരികേതു എന്ന് പറഞ്ഞു, നഗാഹ്വയോ എന്ന് പറഞ്ഞു, നഗാരിച്ചു എന്ന് ഭീഷ്മർ മനസ്സിലാക്കി. അതെന്താന്ന് വെച്ചാൽ ശ്ലോകം പിരിക്കണതിലാണ് വ്യത്യാസം. ഇവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത് നദീജ ലങ്കേശ വനാരി കേതു എന്നാണ്. നദീജലം കേശവനാരി കേതു, നദീജ ലങ്കേശ വനാരി കേതു എന്നുള്ളത് ചേർത്തിട്ട് നദീജലം കേശവനാരി കേതു, നഗാഹ്വയോ നാമ നഗാരിസൂനുഹു. ഭീഷ്മരെ വിളിച്ചതാണ് നദീജ എന്ന്. ഗംഗയിൽ ജനിച്ച ആളല്ലേ. അതുകൊണ്ട് നദീജ ലങ്കേശ വനാരി കേതു. ലങ്കേശൻ രാവണൻ, രാവണന്റെ കാടുകളെ മുഴുവൻ ഭഞ്ചിച്ച ഹനുമാൻ, ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ. നഗാഹ്വയോ അർജുന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ പേരോടുകൂടിയ ആള് എന്നാണ്. ഒരു മരത്തിന്റെ പേരുള്ളവൻ. നഗാഹ്വയോ നാമ നഗാരി ഇന്ദ്രൻ, നഗാരി സൂനുഹു ഇന്ദ്രപുത്രൻ. ഏഷോങ്കനാ വേഷധര കിരീട്ടി, ഈ പെണ്ണുവേഷം കെട്ടിയിട്ട് വന്നിരിക്കുന്ന കിരീടി ഉണ്ടല്ലോ, നമ്മളെ ഒക്കെ തോൽപ്പിച്ചിട്ട് ഇപ്പൊ പശുവിനെയും കൊണ്ട് തിരിച്ചു പോകും. നമ്മളൊന്നും വിചാരിച്ചിട്ട് നമ്മളൊക്കെ വലിയ വില്ലാളികളും ഒക്കെയാണ്, പക്ഷെ അവൻ അംശാവതാരത്തോടു കൂടിയവനാണ്. അവൻ മറ്റു സമയത്തൊക്കെ സാധാരണയായിട്ട് ഇരിക്കുമെങ്കിലും ആവശ്യം വരുമ്പോ അവന്റെ ഉള്ളിൽ ഈശ്വരത്വം പ്രകാശിക്കുന്നു. നരനാരായണന്മാരാണല്ലോ. അതുകൊണ്ടാണ് ഭാരതം ഇവരുടെ കഥയാണ്. ഭാരതം എന്താന്ന് വെച്ചാൽ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേന്ന്. അപ്പോ ആ ഭഗവതംശജനായതുകൊണ്ട് അവസരം വരുമ്പോ ഇവരെ മുഴുവനും താൻ തനിച്ചിട്ടാണ് തോൽപ്പിക്കുന്നത്. അപ്പൊ സാധാരണ ആളല്ല അർജുനൻ. അതുകൊണ്ടാണ് അർജുനനെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് ഭഗവാൻ ഈ ഗീത ഉപദേശിക്കാൻ കാരണം. തന്നോട് തന്നെയാണ് പറയണത്. തനിക്ക് ഏകദേശം തുല്യനാണെങ്കിലും മനുഷ്യത്വമുള്ള ആള് അല്ലേ. രാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദ സ്വാമി അങ്ങനെ വിശേഷിപ്പിക്കാം. സാധാരണ ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ നരേന്ദ്രൻ ഒന്നും ഇല്ലാത്ത പയ്യൻ വീട്ടിൽ ദാരിദ്ര്യത്തോടെ വിഷമിച്ച് നടക്കുമ്പോ ഒരു സഭ, കേശവചന്ദ്രസേൻ, അന്ന് ലോകം മുഴുവൻ പ്രസിദ്ധനായ മഹാപണ്ഡിതനാണ്, ഒരുപാട് പേർക്ക് ഗുരുവാണ്. ആ കേശവചന്ദ്രസേനും കുറെ ആളുകളൊക്കെ ഇരിക്കണം. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ അവിടെ ഇരിക്കുന്നുണ്ട്. സർവവിദ് എന്ന് പറഞ്ഞല്ലോ ഞാനിപ്പോ. ജ്ഞാനികൾക്ക് വേണമെങ്കിൽ ഈശ്വരത്വം വരുന്നു പറയുന്നത്. അന്ന് ഈ നരേന്ദ്രൻ വീട്ടിൽ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത ഒരു പയ്യൻ രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവരൊക്കെ കേശവചന്ദ്രസേനെ വലിയ ആളായിട്ട് കാണുന്നവരാണ്. അപ്പോ കേശവചന്ദ്രസേനെ കുറിച്ച് രാമകൃഷ്ണ പരമഹംസരോട് ഒരാൾ ചോദിച്ചു, ഠാക്കൂർ കേശവചന്ദ്രസേനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അന്ന് കേശവചന്ദ്രസേൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറയാണ്, കേശവ് കൊളുത്തിവെച്ച ഒരു മെഴുകുതിരിയാണെങ്കിൽ നരേൻ സൂര്യനാണ്. അന്ന് അതിന് വിവേകാനന്ദ സ്വാമികൾ, നരേന്ദ്രനാഥ് രാമകൃഷ്ണദേവനെ ഒരുപാട് ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്നെയും കേശവനെയും കമ്പയർ ചെയ്യണോ? അയാളെവിടെ, ഞാനെവിടെ? അയാൾ എത്ര വലിയ ആളാണ്, ഞാനോ ഒരു വകയ്ക്കും ഇല്ലാത്ത ഒരു ചെക്കൻ. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞത്രേ, എനിക്കെന്തറിയാം, അമ്മ എന്നെ കൊണ്ട് പറയിപ്പിച്ചു, ജഗദീശ്വരി എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, കാലം ഇത് തെളിയിക്കുന്നു. അപ്പോ ആ സർവവിത്വം ഈശ്വരന്റെ ആണ്. അപ്പൊ അർജുനന് ഭഗവാൻ ഇത് ഉപദേശിച്ചു കൊടുക്കാൻ കാരണം അനഘ, ഒരു പാപം പ്രതിബന്ധമില്ല ജ്ഞാനശ്രവണത്തിന്. അതുകൊണ്ട് ഈ ശാസ്ത്രം തനിക്ക് പറഞ്ഞു, ഏതത് ബുദ്ധ്വ, ഇത് നല്ലവണ്ണം അറിഞ്ഞിട്ട് ബുദ്ധിമാൻ സ്യാത്, നീ ബുദ്ധിമാനാവാം. ഇതിനെ കൈകാര്യം ചെയ്ത് അനുഭവിച്ച് കൃതകൃത്യനാവാം. എന്നുവെച്ചാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തവനാകാം. കൃതകൃത്യനാവാം. കൃതകൃത്യശ ഭാരത, ഹേ ഭാരത, തനിക്ക് കൃതകൃത്യം എന്ന് വെച്ചാൽ ജീവൻ മുക്തനാണ് കൃതകൃത്യം. കർത്തവ്യം കൃതം, പ്രാപ്തവ്യം പ്രാപ്തം, ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എന്ന് വിദ്യാരണ്യ സ്വാമികൾ പറയണ്ട്. അങ്ങനെ കൃതകൃത്യനാവണതാരാ? നീ ഒന്നും ചെയ്യാനില്ലാത്ത കർമ്മങ്ങളെ ചികിത്സ നിവൃത്തി വന്നവനാവാം തനിക്ക് എന്ന് പറഞ്ഞ് ഈ ഗീതാശാസ്ത്രത്തിനെ അർജുനന് ഭഗവാൻ ഉപദേശം ചെയ്തു. അതിനെ നമ്മളിവിടെ കേട്ടു. കൃതം കൃത്യം കർത്തവ്യം ഏന സ കൃതകൃത്യോ വിശിഷ്ട ജന്മപ്രസൂതേന യത് കർത്തവ്യം തത് സർവം ഭഗവത് തത്വം വിദിതേ കൃതം ഭവേത് ഇത്യർത്ഥഃ. ഒരാള് വിശിഷ്ടജന്മമായിട്ടിരുന്ന അയാൾ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ടോ അതൊക്കെ തന്നെ ഭഗവത് തത്വം അറിഞ്ഞാൽ തന്നെ ചെയ്തു തീർത്തു. അതുകൊണ്ട് നച്ച അന്യഥാ കർത്തവ്യം പരിസമാപ്യത്തെ,
ആത്മജ്ഞാനം കൊണ്ടേ കർമ്മങ്ങളൊക്കെ തീരുള്ളൂ. അല്ലാതെ ഡ്യൂട്ടി ചെയ്തിട്ട് തീർക്കാനൊന്നും പറ്റില്ല. ജ്ഞാനം വന്നാൽ ഞാനേ എല്ലാ കർമ്മങ്ങളും പരിസമാപ്യതേ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. ഏതദ്ധി ജന്മസാമഗ്ര്യം ബ്രാഹ്മണസ്യ വിശേഷതഃ പ്രാപ്യൈതത് കൃതകൃത്യോ ഹി ദ്വിജോ ഭവതി നാന്യഥ. ആചാര്യസ്വാമികൾ മനുവിന്റെ വചനമെടുത്ത് ഉദ്ധരിക്കുകയാണ്. ബ്രാഹ്മണനാവണത് ഈ ആത്മവിദ്യയെ അറിഞ്ഞ് ജ്ഞാനം സമ്പാദിച്ചു കഴിയുമ്പോഴേ അയാൾക്ക് വാസ്തവത്തിൽ ബ്രാഹ്മണ്യം വന്നുള്ളൂ. അതിനു മുമ്പ് താവത് അസ്യ ഗൗണം ബ്രാഹ്മണ്യം എന്ന് ഭാഷ്യക്കാരൻ ഉപനിഷത് ഭാഷ്യത്തിൽ ആചാര്യസ്വാമി പറഞ്ഞു. അതുവരയ്ക്കും ഇവൻ ബ്രാഹ്മണത്വത്തിനുള്ള കാൻഡിഡേറ്റാണ്. ഇയാള് ബ്രാഹ്മണത്വം സമ്പാദിക്കാനായി ഉദ്യമിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ വേദാധ്യയനം ചെയ്യുമ്പോൾ തന്നെ ബ്രാഹ്മണൻ എന്ന് പറയണു, ശാസ്ത്രാധ്യയനം ചെയ്യുമ്പോൾ തന്നെ ബ്രാഹ്മണൻ എന്ന് പറയണു. പക്ഷേ ഇവന് വാസ്തവത്തിൽ എപ്പോ ബ്രാഹ്മണ്യം വരണു എന്ന് വെച്ചാൽ ഇവൻ കൃപണനല്ലാതായിട്ട് തീരുമ്പോ ഇവൻ ബ്രാഹ്മണ ഭവതി, ഇവൻ ബ്രാഹ്മണനായിട്ട് തീരുന്നു എന്ന് പറഞ്ഞ് സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. ഏതദ്ധി ജന്മസാമഗ്ര്യം, സമഗ്രമായി ജന്മസാഫല്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മനു പറയണത് ജന്മസാമഗ്ര്യം എന്നാണ്. ഈ ജനിച്ചതിനുള്ള സാമഗ്രി, അതിന്റെ സമഗ്രഭാവം, പൂർണ്ണം, കംപ്ലീഷൻ ഓഫ് ലൈഫ്. ആ കംപ്ലീഷൻ ഇതാണ്. പ്രാപ്യത, ഇത് പ്രാപിച്ചിട്ട് കൃതകൃത്യോ, ഈ ആത്മജ്ഞാനം നേടിയാൽ ഒരാള് ഹപ്പ കൃതകൃത്യനായി. ദ്വിജോ ഭവതി, അപ്പൊ രണ്ടാമത് ജനിച്ചു ഇയാള് ഈ ജനന മരണങ്ങളെ കടന്ന് പൂർണ്ണനായി ബ്രാഹ്മണനായി ന അന്യഥ എന്ന് മനുസ്മൃതി. ഇതിച്ച മാനവം വചനം യതഃ ഏതത് പരമാർത്ഥ തത്വം മത്തഃ ശ്രുതമാനസി തതഃ കൃതാർത്ഥഃ ത്വം ഭാരത. ഈ പരമാർത്ഥ തത്വം എന്റെ അടുത്ത് നിന്ന് നീ കേട്ടതുകൊണ്ട് തന്നെ നീ കൃതാർത്ഥനായിരിക്കുന്നു ഹേ ഭാരത എന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ഗീതാശാസ്ത്രത്തിനെ ഉപദേശിച്ചു. ഇത് കഴിഞ്ഞ 7 ദിവസമായിട്ട്, ഇന്നും കൂടി 7 ദിവസമായി നമ്മൾ ഈ പുരുഷോത്തമയോഗം എന്ന പേരിലുള്ള ഈ 15-ാം അധ്യായത്തിനെ ഏകദേശം ഓരോ ശ്ലോകമായി എടുത്ത് അനുസന്ധാനം ശ്രവണം ചെയ്തു. ഇനിയുള്ള വർഷകാലങ്ങൾ നമ്മൾ മനനം ചെയ്തുകൊണ്ടിരുന്നാൽ അടുത്ത വർഷം നമുക്ക് തുടർന്ന് 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാനാവും. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.